ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി സാബത്ത്. നല്ലൊരു ആഴ്ച ലഭിച്ചു എന്ന് കരുതുന്നു. നാം നമ്മുടെ ഡാനിയൽ 11-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയോടുകൂടി ഡാനിയൽ 11-ാമത്തെ അധ്യായത്തിന്റെ ഡിസ്കഷൻ അവസാനിക്കുകയാണ്. 40 തൊട്ട് 45 വാക്യം വരെയുള്ള ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമ്മളുടെ അടുത്ത് ഇതുവരെ ഈ ചർച്ചയിൽ ഉടനീളം സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. ഇന്നത്തെ ഡിസ്കഷനും ബ്രദർ ജോണത്തനും ബ്രദർ ജേക്കബും ആണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് ഡാനിയൽ 11 40 to 45 വേഴ്സസ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ബ്രദർ ജോണത്തനുമായിട്ട് പ്രാർത്ഥിച്ച് ഡിസ്കഷൻ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയങ്ങളുടെ പാത്രയുടെ പിതാവെ, അടിയങ്ങൾ ഈ കാലത്തിലെ അടിയങ്ങളെ ബാധിക്കുന്ന പ്രവചനത്തെ അടിയങ്ങൾ ചിന്തിക്കാൻ പോകുന്നു. പിതാവെ, സത്യത്തെ ഉൾക്കൊള്ളുവാനും തിരുവചനം എന്ത് പഠിപ്പിക്കുന്നോ അത് ഉൾക്കൊണ്ടുകൊണ്ട് അടിയങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരുത്തണം അത് അടിയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അടിയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് ആ മാറ്റം കൊണ്ടുവരുന്ന അടിയങ്ങൾ സേന പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഈ പഠനത്തിൽ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിന് ആത്മാവുണ്ടാകണം. ആഴങ്ങളെ മനസ്സിലാക്കാൻ അവരെ സഹായിക്കണം. ഞാൻ പ്രാർത്ഥിച്ചത് കുറവാണെങ്കിലും കൂടുതൽ നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ബ്രദർ ജോണത്തൻ. ബ്രദർ ജേക്കബ്, നമ്മള് കുറച്ച് ആഴ്ചകളായിട്ട് ഇത് പഠിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ച 39th വേഴ്സിലാണ് നമ്മൾ നിർത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് 40th വേഴ്സ് തൊട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയും എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ 40th വേഴ്സിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റോപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തുടരാമെന്ന് ഞാൻ കരുതുന്നു. 40th വേഴ്സ് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ, നമുക്ക് ഈ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? 40th വേഴ്സ് നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ എൻ്റെ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് 40ാമത്തെ വേഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച് എത്തിയതെന്ന് വെച്ചാൽ വടക്കേ ദേശത്തിലെ രാജാവ് പാപ്പാത്തമായി എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചെത്തിയത്. ഇപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് അന്ത്യകാലത്ത് ഈ വടക്കേ ദേശത്തിലെ രാജാവിനോട് എതിർത്ത് മുട്ടും എന്ന് എഴുതിയിട്ടുണ്ട്. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിര ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബൈബിളിന്റെ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡാനിയലിന്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഒരു തലക്കെട്ട് പോലെ വന്നിട്ട് അതിന്റെ താഴോട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതും അതുപോലത്തെ ഒരു കേസാണ്. നമ്മൾ പെട്ടെന്ന് അത് വായിക്കുമ്പോൾ ഒറ്റയടിക്ക് വടക്കേ ദേശത്തിലെ തെക്കേ ദേശത്തിലെ രാജാവ് വടക്കേ ദേശത്തിനെതിരെ വന്നു, അപ്പൊ തന്നെ വടക്കേ ദേശത്തിലെ രാജാവ് തെക്കേ ദേശത്തിലെ രാജാവിനെ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെയല്ല. ഇതൊരു സ്പാൻ ഓഫ് ഇയേഴ്സിൽ സംഭവിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഹെഡിങ് പോലെയാണ് അവിടെ ശരിക്കും ആയിട്ട് അതിന് താഴോട്ട് എക്സ്പ്ലനേഷൻ വരും. കാരണം എനിക്കിപ്പോൾ 40ാമത്തെ വേഴ്സ് മാത്രം എൻ്റെ കയ്യിലുള്ളതാണ്, എനിക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ 40ന്റെ ഇതിന്റെ ഒരു മൊത്തം കാര്യത്തിൽ ഇൻട്രഡക്ഷൻ പോലെ തരുമോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. അന്ത്യകാലത്ത് ദ ടൈം ഓഫ് ദി എൻഡിൽ വെച്ച് ആണ് കിങ് ഓഫ് ദ സൗത്ത് കിങ് ഓഫ് ദ നോർത്തിനെ ആക്രമിക്കുന്നത്. അതൊരു കാര്യമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഈ ടൈം ഓഫ് ദി എൻഡ് എപ്പോഴാണ്? കാരണം ടൈം ഓഫ് ദി എൻഡ് എപ്പോഴാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഇത് ആരാണ് ആക്രമിച്ചതെന്ന് മനസ്സിലാവുന്നതിലൂടെ ഈ തെക്കേ ദേശത്തിലെ രാജാവ് ആരാന്ന് നമുക്ക് പിടികിട്ടും. വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ടൈം ഓഫ് ദി എൻഡ് എപ്പോഴാന്നുള്ളത് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു വാക്യം എടുക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഒരു വാക്യമാണ്. ഡാനിയലിന്റെ തന്നെ 11ാമത്തെ അധ്യായത്തിന്റെ 34, 35 വാക്യം വായിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഡാർക്ക് ഏജസിൽ ഉണ്ടാവുന്ന പേഴ്സിക്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതാണ് ഒത്തിരി പേര് രക്തസാക്ഷികളാവും, ഒത്തിരി പേര് വീണുവും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ എഴുതി വീഴുമ്പോൾ അവർ അല്പസഹായത്തെ ലക്ഷ്യം പ്രാപിക്കും,
പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും. എന്നാൽ ഇത് എത്ര നാള് ഈ പെർസിക്യൂഷൻ ലാസ്റ്റ് ചെയ്തുള്ള പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. ഈ വീടോടിരിക്കുന്നത് എന്ന് വരെ? അന്ത്യകാലം വരെ. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്ത്യം വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇവര് വീണോണ്ടിരിക്കുക, they shall fall and shall receive a little help. എന്നിട്ട് എഴുതിയേക്കാം ഈവൻ ടു ദ ടൈം ഓഫ് ദി എൻഡ് എഴുതിയേക്കണം, ബിക്കോസ് ഇറ്റ് ഇസ് യെറ്റ് ഫോർ എ ടൈം അപ്പോയിന്റഡ്. അപ്പൊ ഇവിടെ ഒരു വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. ഈ ദൈവത്തിന്റെ ജനത്തിലെ ആൾക്കാർ പീഡിപ്പിക്കപ്പെട്ട് മരിച്ച് വീണ് പോണത് അന്ത്യകാലം വരെയാണ്. ആ അന്ത്യകാലത്തോടു കൂടി ആ പീഡനം അവസാനിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതേ കാര്യം നമ്മൾ ഡാനിയലിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. ദീസ് വേർഡ്സ് ആർ ക്ലോസ്ഡ് അപ്പ് ആൻഡ് സീൽഡ് ടിൽ ദ ടൈം ഓഫ് ദി എൻഡ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അന്ത്യകാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ദൈവജനത്തിനെതിരെയുള്ള പീഡനം ഉണ്ടാവുന്നത്. കാരണം ഡാനിയലിന്റെ 7 മുതൽ നമ്മൾ പീഡനത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. ദൈവജനത്തിനെതിരെ ആ ചെറിയ കൊമ്പ് അവരെ അടിച്ചമർത്തും, അവരെ കൊന്നൊടുക്കും, അവരെ പീഡിപ്പിക്കുന്നു എഴുതുന്നത് 8-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്. അതേ കാര്യത്തിൽ ഇവിടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് അത് അന്ത്യകാലം വരെയാണ് ആ പീഡനകാലം എന്ന് പറയുന്നത്. അതാണ് 1-ാമത്തെ പോയിന്റ്. 2-ാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഈ പ്രവചനത്തിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ പോണതും ഈ അന്ത്യകാലത്താണ്. അതുവരെ അത് മുദ്രയിട്ട് അടയ്ക്കപ്പെടും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും 2 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ക്രിസ്തീയ സഭ പീഡിപ്പിക്കപ്പെട്ടത് 538 AD മുതൽ 1798 AD വരെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. കാരണം അതോടുകൂടി എന്ത് പറ്റി? 1798 നെപ്പോളിയന്റെ ബർത്തിയർ എന്ന് പറഞ്ഞ സേനാധിപൻ പോയി പോപ്പിനെ പിടിച്ച് തടവറയിലാക്കി. അതിനുശേഷം പാപ്പാത്തത്തിന്റെ നമ്മൾ നോക്കുമ്പോൾ അതിനുശേഷം ഓരോ വർഷം തോറും പാപ്പാത്തത്തിന്റെ ശക്തി കുറഞ്ഞു പോയി. അവരുടെ ഇൻക്ലൂഡിങ് അവരുടെ ആ ടെമ്പോറൽ റൂളർഷിപ്പ്, പേപ്പൽ സ്റ്റേറ്റ്സിന്റെ മുകളിലുള്ള കൺട്രോൾ പോയി. അവർക്ക് അവസരം ഒന്നുമില്ലാണ്ട് ഒരു കൊട്ടാരത്തിൽ ഒതുങ്ങി നിന്നുപോയി. ലാറ്ററൻ ട്രീറ്റി 1914 വരെ, 1900 ഞാൻ വർഷം തെറ്റിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം, 1929 ആണെന്ന് എനിക്ക് തോന്നുന്നത്. 1929 വരെ ഈ പാപ്പാത്ത് അവിടെ അങ്ങ് ഒതുങ്ങി കൂടിപ്പോയി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പാപ്പാത്തിന്റെ ശക്തി 1798 ആ പാപ്പാത്തത്തിന് ഒരു മരണകരമായ മുറിവേറ്റു വെളിപ്പാടിന്റെ പുസ്തകത്തിലെ പോലെ സംഭവിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലായി 1798 ഈ ആ പീഡനം അവസാനിക്കുന്നത്. രണ്ടാമതായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് അറിയാം. 1798 ശേഷമാണ് അഡ്വന്റ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. നമ്മൾ 1800s സ്റ്റാർട്ടിംഗ് ഒക്കെ തൊട്ട് നോക്കുമ്പോൾ ആൾക്കാർ ബൈബിള് പഠിക്കുകയും ഈ ഡാനിയലിൽ പറഞ്ഞിരിക്കുന്ന മുദ്രയിട്ട പ്രവചനത്തെ അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഏഞ്ചൽസ് മെസ്സേജും സെക്കൻഡ് ഏഞ്ചൽസ് മെസ്സേജും ഒക്കെ റീച്ച് ചെയ്ത് മില്ലറൈറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് 1844 ലോകം അവസാനിക്കും എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് അവർ എത്തുകയും പിന്നീട് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അവർ വരികയൊക്കെ ചെയ്തത്. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. 1798 ഈ 2 ഫാക്ട്സ് കാരണം. ഒന്ന്, പീഡനം അവസാനിക്കുന്നത് അപ്പോഴാണ്. രണ്ടാമത് അപ്പൊ തൊട്ടാണ് ഈ ഡാനിയലിന്റെ പുസ്തകത്തിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത്. ഈ 2 കാരണം കൊണ്ട് ഈ അന്ത്യകാലം എന്നുള്ളത് ഈ 1798 ആണെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇനി നമ്മൾ ആ വേഴ്സിനെ റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്ക് പിടികിട്ടും. ആ വേഴ്സിനെ നമുക്കൊന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ അന്ത്യകാലത്ത് അപ്പൊ നമുക്ക് ഇനി തൊട്ട് ഇങ്ങനെ കാണാം. പിന്നെ 1798 ശേഷം അങ്ങനെ തന്നെ നമുക്ക് ഇനി വായിക്കാം. തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിര സേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. ഈ രണ്ടാമെന്ന് പറഞ്ഞാൽ അവന്റെ നേരെ ആരാ? തെക്കേ ദേശത്തിലെ രാജാവിനെതിരെ വടക്കേ ദേശത്തിലെ രാജാവ് വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്ന് പോകും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലായി. ഈ 1798 പാപ്പാത്തത്തിന് എതിരെ ആ വീശിയ ശക്തി, നെപ്പോളിയന്റെ ആ ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നും ഉടലെടുത്ത്
ശക്തി ലഭിച്ച ആ ഫ്രാൻസിന്റെ ശക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരാണ് ഈ തെക്കേ ദേശത്തിലെ രാജാവ്. അവര് വടക്കേ ദേശത്തിലെ രാജാവ് പാപ്പാസത്തിനെതിരെ പോരാടി എതിർത്ത് മുട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിനൊരു ബിഗർ സ്കീം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ജസ്റ്റ് ആ ഫ്രാൻസും ഫ്രഞ്ച് റെവല്യൂഷനിലും മാത്രമായിട്ട് അതിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഒതുങ്ങിക്കൂടാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നത് 42ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്തുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു പോയിന്റ് കൂടെ ജസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അന്ത്യകാലം എന്ന് പറയുമ്പോഴത്തേക്ക് 1798 എന്നുള്ള ഒരു വർഷം മാത്രമല്ല, 1798 മുതലാണ് അന്ത്യകാലം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഈ അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഇവന്റ്സിനെ കുറിച്ചാണ് ഇവിടെ പറയണത്. ഇപ്പൊ 1798 ആ വർഷം തന്നെ വടക്കേ ദേശത്തിലെ രാജാവ് തെക്കേ ദേശത്തിലെ രാജാവ് ആക്രമിക്കുന്നു, വടക്കേ ദേശത്തിലെ രാജാവ് തിരിച്ച് അവരെ പ്രത്യാക്രമണം നടത്തുന്നു. അങ്ങനെയല്ല അതിന്റെ പേര്. അന്ത്യകാലം തുടങ്ങി. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന അന്ത്യകാലത്താണ്. ഈ ഇവന്റ്സ് എല്ലാം ഇപ്പൊ എടുത്ത് വെച്ച് ഈ 40ാമത്തെ വാക്യം മുതൽ ഒരു വേറൊരു പാരഡൈം ഷിഫ്റ്റാണ്. 40ാമത്തെ വാക്യം മുതൽ ശരിക്കും പറഞ്ഞാൽ അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്, ഈ ലോകത്തിന്റെ അവസാനം വരെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. താങ്ക് യു ബ്രദർ ജേക്കബ്. വളരെ വിശദീകരിച്ച് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം തന്നെയാണ് പറഞ്ഞു തന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ബ്രദർ ജോണത്തൻ, നമ്മള് 41ാമത്തെ വാക്യത്തിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഗ്ലോറിയസ് ലാൻഡ്, അതായത് മനോഹര ദേശത്തിലേക്ക് കടക്കും എന്നൊക്കെ. അപ്പം നമ്മൾ മുമ്പ് വെളിപാടിലൊക്കെ മനോഹര ദേശം എന്ന് പറയുമ്പോൾ ആക്ച്വൽ ലിറ്ററൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ച് ചെയ്തത്. അപ്പൊ ഇതിന്റെ അകത്ത് 1798 ശേഷം ഉള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 41st വേഴ്സിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? എന്താണ് അതിന്റെ കാര്യങ്ങൾ ജോണത്തൻ? തീർച്ചയായിട്ടും ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് ആ വാക്യത്തിലൂടെ കടന്നു പോവാം. ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായം 41-ാം വാക്യം. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും, 10,000 പേർ ഇടറി വീഴും, എങ്കിലും ഏദോമും മോവാബും അമ്മോനിയ ശ്രേഷ്ഠന്മാരും അവൻ്റെ കയ്യിൽ വരുത്തി പോകും. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാരണം എല്ലാത്തിലും കടക്കുന്ന സമയമില്ല, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതും വളരെ കൺസൈസ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മനോഹര ദേശം എന്താകുന്നു, പിന്നെ ഇവിടെ പറയുന്ന ഈ 3 ജാതികൾ ഏദോം, മോവാബ്, അമ്മോനിയ ശ്രേഷ്ഠ, ഇത് ആരെ കുറിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്രദർ എൽവിൻ പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലാണ് ആ മനോഹര ദേശമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ മനോഹരദേശം ആരാണ്? കാരണം ഇത് അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്നതാണ്. 1898 ശേഷം, കാരണം AD 34 ഇസ്രായേലിൻ്റെ പ്രൊബേഷൻ കൃപയുടെ കാലം തീർന്നു. AD 34 സ്തെഫനോസിന്റെ കല്ലെറിഞ്ഞോടെ. ഇപ്പോഴത്തെ ഇസ്രായേൽ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇതൊരു ബുക്കിനെടുത്ത കോട്ടാണ്. Israel is no longer a nation of literal descendants of Abraham, but of all those, whatever nationality, who have accepted Jesus, the promised one. അപ്പോൾ എന്താകുന്നു? തിരുവചനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, കാട്ടുമുന്തിരിയെ വെട്ടി അതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് മാറ്റുന്നതിനെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു അപ്പോസ്തലൻ പൗലോസിലൂടെ പുതിയ നിയമങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആരെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതായി സ്വീകരിച്ച് അവനെ സ്വന്തം രക്ഷിതായി സ്വീകരിക്കുന്നുവോ, അവനെ സ്വീകരിച്ച് ക്രിസ്തു അവരുടെ ഉള്ളിൽ വാഴുന്നുവോ, അവരെല്ലാവരും ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ന് ഓരോ ക്രിസ്ത്യാനിയുമാണ്. ഇനി കുറച്ചുകൂടെ ആഴത്തിലേക്ക് കടക്കാം. മനോഹര ദേശം, ഗ്ലോറിയസ് ലാൻഡ്, നമുക്ക് അതിനെ 2 വാക്കാക്കാം. ആദ്യം ഗ്ലോറിയസ് എന്ന് മാത്രമാക്കാം. അപ്പോൾ ഗ്ലോറി, എന്താണ് ഗ്ലോറി സൂചിപ്പിക്കുന്നത്? ഞാൻ ഇതെല്ലാം കടക്കുന്നില്ല, അവിടെ ഞാൻ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-19 നമ്മൾ സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മോശ ചോദിക്കുകയാണ് ദൈവത്തിനടുത്ത്, നിന്റെ ഗ്ലോറി, നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. മലയാളത്തിൽ മനോഹര ദേശമാണ്, അല്ലെങ്കിൽ മഹത്വപൂർണ്ണമായ ദേശം എന്ന് നമ്മൾ യഥാർത്ഥ തർജ്ജമ ചെയ്യേണ്ടത്. അപ്പോൾ എന്താകുന്നു ആ മനോഹാരിത, ആ മഹത്വം എന്താണ്? അപ്പോൾ മോശ ഈ മനോഹാരിത കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ, ഈ മഹത്വം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ദൈവം എന്താണ് കാണിച്ചത്? നമ്മൾ 19 വാക്യം കാണും, ദൈവത്തിൻ്റെ സ്വഭാവമാണ് കാണിച്ചത് അല്ലേ. അവൻ കൃപാലുവാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്, നന്മയും കരുണയും നിറഞ്ഞവനാണ്, ആയിരങ്ങളോട് ദൈവം കൃപ ചെയ്യുന്നതാണ്, അവിടെ അകൃത്യത്തെ ക്ഷമിക്കുന്നവനാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി. അപ്പോൾ ഒന്നും കൂടി, എവിടെ നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്വഭാവം കാണാൻ പറ്റും? 10 കൽപ്പന.
അപ്പം ഇനി കുറച്ചുകൂടെ ആയിട്ടിറങ്ങാം. ഇനി നമുക്ക് ഗ്ലോറിയസ് ലാൻഡിൻ്റെ ചില അർത്ഥങ്ങളിലേക്ക് കിടക്കാം. അതിനായി ഞാൻ ഒരു തിരുവചനം എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ തിരുവചനം എടുത്തു വായിക്കാൻ ആഗ്രഹിക്കുന്നു. മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. മലാക്കി 3:12. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന് തിരുവചനം വ്യക്തമാക്കുന്നു ആ മനോഹര ദേശം ആരാണ്? മലാക്കി 3:12 വ്യക്തമാക്കുന്നു അത് ഇസ്രായേൽ ആകുന്നു. നേരത്തെ പറഞ്ഞ പോയിന്റും ഇതുകൂടെ കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആരാണ് ഇപ്പോഴത്തെ മനോഹര ദേശം? ക്രിസ്ത്യാനികൾ. ഇനി ഒരു കാര്യം കൂടി, അത് മനോഹാരിത എന്താകുന്നു? ദൈവത്തിൻ്റെ 10 കൽപ്പന. ഇന്ന് ആത്മീയ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ 10 കൽപ്പന കാത്തു പരിപാലിക്കുന്ന ആത്മീയ ഇസ്രായേൽ ആരാണ്? സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച്. ഞാൻ ഒരു സംശയമില്ലാതെ ഞാൻ നിങ്ങൾക്കത് വ്യക്തമാക്കി തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മനോഹര ദേശം എന്തിലേക്കാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അവൻ എന്ത് ചെയ്തു? മനോഹര ദേശത്തേക്ക് കടന്നു എന്നാണ്. വേറെ പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് കടക്കാം. യൂദയുടെ ലേഖനം, ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. ഓക്കെ, യൂദയുടെ ലേഖനം, അതിന് 3-4 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: പ്രിയരെ, നമ്മുടെ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ബലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടരുതെന്ന് പ്രബോധിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്ക്രാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തന്മാരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ക്രെപ്റ്റ് എന്നാണ് പറയുന്നത്, അൺഅവെയർ, നുഴഞ്ഞു വന്നിരിക്കുന്നു. പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് നുഴഞ്ഞു കയറുക എന്നുള്ളതാണ്. അഡ്വന്റിസ്റ്റായ ചിലർക്കെങ്കിലും ജോയ് ക്രൂസ് എന്ന ഒരു പ്രാസംഗികനെ അറിയാം. അദ്ദേഹത്തിന് പ്രശസ്തമായൊരു ബുക്കുണ്ട്, ക്രീപ്പിംഗ് കോംപ്രമൈസ്. ചില നിങ്ങൾക്ക് വായിക്കാൻ പറ്റുക, അത് ഓൺലൈൻ അവൈലബിൾ ആണ്. നിങ്ങൾ വായിക്കുന്നത് നമ്മുടെ സഭയിൽ എങ്ങനെയാണ് ഇങ്ങനെ നുഴഞ്ഞ് ദുരുപദേശങ്ങൾ കയറി വന്ന്. 2 പത്രോസ് 1:12 ഇത് തന്നെ നമുക്ക് വ്യക്തമാക്കുന്നു. എന്താകുന്നു? കള്ളപ്രവാചകൻ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ തിരുവചനത്തെ എതിരായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങളോട് പറയുന്നത്. വെളിപ്പാട് 2:20 നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താണ്? വെളിപ്പാട് 2: എങ്കിലും താൻ പ്രവാചകൻ പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പണം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളിച്ച് ഇസബേൽ എന്നൊരു സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ചുണ്ട്. അപ്പോൾ വടക്കേ ദേശത്തെ രാജാവ് എന്താണ് ചെയ്യുന്നത്? അവൻ നുഴഞ്ഞ് നമ്മുടെ സഭയ്ക്കുള്ളിൽ കയറും. കാരണം മനോഹര ദേശം ആരാണ്? നമ്മുടെ സഭയാണ്. ഇത് സംഭവിച്ചോ? മരണാഥ് എന്ന പുസ്തകത്തിൽ സഹോദരി എൽജി വൈറ്റ് 60ാമത്തെ പുറത്തിൽ ഇപ്രകാരം എഴുതുന്നു: Therefore, Satan's step is noiseless, his movements stealthy, and his batteries masked. He does not venture to show himself openly, lest he arouse the Christian dormant energies and send him to God in prayer. അപ്പോൾ പിശാച് എങ്ങനെയാണ്? ഒച്ച വയ്ക്കാതെ ഒരു കള്ളനെ പോലെ അവൻ കയറി വരും. എല്ലാം അവൻ മറച്ചിട്ടാണ് ചെയ്യുന്നത്. അവ ഒരിക്കലും പരസ്യമായിട്ട് തന്നെ കാണിക്കില്ല. അപ്പോൾ ഇത് തന്നെ പ്രവാചകൻ എന്ത് പറയുന്നു? അത് തിരുവചനം പറയുന്നു. തിരുവചനം എന്ത് പറയുന്നു? അത് പ്രവാചകൻ പറയുന്നു. അപ്പോൾ എൽജി വൈറ്റ് ഇതിനെക്കുറിച്ചുള്ള പ്രവചനത്തെക്കുറിച്ച് നമുക്ക് കാണാം. ഓക്കെ, ഈ നമ്മുടെ സഭയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പ്രവചനം എൽജി വൈറ്റ് ലഭിക്കുക ഒരു രാത്രി ദർശനത്തിൽ. ദി എനിമി ഓഫ് സോൾ has sought to bring in the supposition that a great reformation was to take place among Seventh-day Adventists, and this reformation could consist in giving up the doctrines which stand as the pillars of our faith and engaging in a process of reorganization. നമ്മുടെ ആത്മാക്കളുടെ ശത്രു നമ്മുടെ സഭയിലേക്ക് ഒരു ആശയം കൊണ്ടുവരും. നമുക്ക് ഒരു നവീകരണത്തിന് ആവശ്യമാണ്. എന്ത് നവീകരണമാണ്? നമ്മൾ ഇതുവരെ വിശ്വസിച്ച വിശ്വാസ അടിസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ മാറിപ്പോകണം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. Where this reformation to take place, what could result? ഇങ്ങനൊരു നവോത്ഥാനം നമ്മുടെ സഭയ്ക്ക് സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? The principles of truth that God in his wisdom has given to the remnant church could be discarded. അപ്പോൾ നമുക്ക് ഒരു ശേഷിപ്പ് സഭയെന്ന് അല്ലെങ്കിൽ ആത്മീയ ഇസ്രായേൽ എന്ന നിലയിൽ നമുക്ക് തന്ന സത്യം നമ്മൾ തിരസ്കരിക്കും. Our religion could be changed. നമ്മുടെ വിശ്വാസം തന്നെ, നമ്മുടെ ജീവിത ശൈലി തന്നെ, നമ്മുടെ മതം തന്നെ എന്ത് ചെയ്യും? മാറിപ്പോകും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഹാവ് സസ്റ്റെയിൻഡ് ദ വർക്ക് ഫോർ ലാസ്റ്റ് 50 years കുഡ് ബി അക്കൗണ്ടഡ് ആസ് എറർ. കഴിഞ്ഞ 50 വർഷമായിട്ട് നമ്മുടെ സഭയെ സ്ഥാപിച്ചിരുന്ന സത്യങ്ങൾ എല്ലാം തെറ്റെന്ന് കാണും.
വിഷമം എന്ന് പറയട്ടെ, ഇന്ന് നമുക്കത് വളരെയധികമായിട്ട് കേൾക്കാം, കുറേ നാളായിട്ട് കേൾക്കാം. ഇപ്പോഴും വളരെ ശക്തമായിട്ട് ചില നേതാക്കളിൽ നിന്ന് നമുക്ക് ഇപ്രകാരമുള്ള വാക്ക് കേൾക്കാൻ സാധിക്കും. കാരണം സമാധാന കൂടാതെ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന സത്യങ്ങൾ, നമ്മളെ ഉറപ്പിച്ചു നിൽക്കുന്ന, നമ്മുടെ പാപത്തിന്മേൽ നമുക്ക് വിജയം നേടാൻ സഹായിക്കുന്ന പല സത്യങ്ങളെ അവർ തുടച്ചു മാറ്റുന്നു. എ ന്യൂ ഓർഗനൈസേഷൻ കുഡ് ബി എസ്റ്റാബ്ലിഷ്, എ ബുക്ക് ഓഫ് ന്യൂ ഓർഡർ കുഡ് ബി റിട്ടൺ. ഞാൻ ഇത് ഫുള്ള് വായിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് 1 സെലക്ടഡ് മെസ്സേജസ് 204 205 നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. നിങ്ങൾ അങ്ങനെ തന്നെയാണോ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ എവിടെ പുതിയ പുസ്തകങ്ങൾ എഴുതും. കാരണം അഡ്വന്റിസ്റ്റ് ബുക്ക് സെന്റർ ABC നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ പല ബുക്കുകൾ സെല് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ ആ പുസ്തകശാലയിൽ നമ്മുടെ സഭയുടെ വിശ്വാസ അടിസ്ഥാനമല്ലാത്ത പല പുസ്തകങ്ങളും അവിടെ വിൽക്കുന്നുണ്ട്. ബുക്ക് ഓഫ് ന്യൂ ഓർഡർ നമ്മുടെ സഭയിൽ തന്നെ അങ്ങനെ പലതരമുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി ഈ പ്രവചനത്തിലേക്ക് ഇതിനെ നമുക്കൊന്ന് വയ്ക്കാം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വടക്കേ ദേശത്തിലെ രാജാവ് മനോഹര ദേശത്തേക്ക് കടക്കുന്നു. ഈ നേരത്തെ ബ്രദർ ജേക്കബ് എക്സ്പ്ലെയിൻ ചെയ്ത അതേ സംഭവം അതെന്ത് ചെയ്യുന്നു? ജേക്കബ് പറഞ്ഞത് ഒറ്റയടിക്ക് നമ്മൾ നോക്കാൻ പാടില്ല, പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം വടക്കേ ദേശത്തെ രാജാവ് വടക്കേ ദേശത്തെ രാജാവിനെ തെക്കേ ദേശത്തെ രാജാവ് ആക്രമിക്കുന്നു. അതിനുശേഷം വളരെ ശക്തിയോടെ വടക്കേ ദേശത്തെ രാജാവ് തെക്കേ ദേശത്തേക്ക് വരുന്നു. ആരാണ് വടക്കേ ദേശത്തെ രാജാവ്? ബാബിലോൺ. ആരാണ് തെക്കേ ദേശത്തെ രാജാവ്? മിസ്രൈം. ആരാകുന്നു മനോഹര ദേശം? ഇസ്രയേൽ. ഇത് നമ്മൾ 3 വച്ചുകൊണ്ട് ഇതാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ബാറ്റിൽ ഓഫ് കശ്മീർ അങ്ങനെയാണ്, അതാണെന്ന് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എനിക്ക് അറിയത്തില്ല, അതാണെന്ന് പേര്. എന്ത് ചെയ്യുന്നു? മിസ്രൈം എന്ത് ചെയ്യുന്നു? ബാബിലോൺ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് മിസ്രൈം പോയി ബാബിലോൺ ആക്രമിക്കും. ചരിത്രത്തിൽ നടന്നാണ്. ആ ആക്രമണത്തിന് ശേഷമാണ് എന്ത് ചെയ്ത് ബാബിലോൺ തിരിച്ചടിച്ച് മിസ്രൈമിനെ തോൽപ്പിക്കുന്നത്. ആ ബാബിലോൺ അങ്ങനെ തിരിച്ചടിച്ച് മിസ്രൈമിനെ തോൽപ്പിച്ചതിന് ശേഷമാണ് ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന മനോഹര ദേശത്തേക്ക് അവർ കടക്കുന്നത്. ഓക്കെ, ഇത് ഇനി ഇതിലുണ്ട്. അത് ഞാൻ ഏറ്റവും അവസാനം ഞാൻ പറയാം. സമ്മറൈസ് ചെയ്ത് പറയുന്ന സമയത്ത് 45 വാക്യങ്ങൾക്ക് ശേഷം ഞാൻ പറയാം. ഇനിയും ദാനിയേൽ 1 മുതൽ 6 എങ്ങനെയാണ് ഈ പ്രവചനത്തിൽ നിറവേറുന്നത് ഞാൻ ആ സമയത്ത് പറയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് മാത്രം ചിന്തിക്കുക, ചരിത്രത്തിൽ എന്ത് നടന്നു അത് തന്നെ ഇപ്പോഴും നടക്കുന്നു. ആ ബാബിലോൺ വന്ന നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിന്റെ കീഴിൽ നെബൂഖദ്നേസർ രാജാവിന്റെ കീഴിൽ ബാബിലോൺ വന്ന് അവരെ നശിപ്പിക്കുന്നത് 3 തവണയാണ്. ഒന്ന് 605 BC-യിലും, പിന്നെ 597 BC-യിലും, പിന്നെ 586 BC-യിലുമാണ്. 3 തവണ. ആ സമയത്ത് 3 രാജാക്കന്മാരും ഇസ്രായേലിനെ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നു. അപ്പോഴാണ് അവരുടെ നാശം പൂർണ്ണമായത്. അതേപോലെ 3 തവണ ആത്മീക ഇസ്രായേലിനെ ഈ ആത്മീക ബാബിലോൺ ആക്രമിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന 3 തവണ അന്ന് ആക്രമിച്ചു. അതേപോലെ 3 തവണ ആത്മീക ഇസ്രായേലിനെ ആത്മീക ബാബിലോൺ ആക്രമിക്കുന്നു. ആദ്യം നമുക്ക് അത് എവിടെ കാണാൻ സാധിക്കും? ഇത് നിങ്ങൾക്ക് എല്ലാം വായിക്കുന്ന സമയമില്ല. ദാനിയേൽ 11:16 ഞാൻ അത് കേഴ്സർ വെച്ച് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും വിചാരിക്കുന്നു. ദാനിയേൽ 11:16 അവിടെ മനോഹര ദേശത്തേക്ക് കടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം മനോഹര ദേശം ഇതിന് മുൻപേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം കടന്നതാണ്. രണ്ടാമത് കടന്നത് അതായിരുന്നു പ്രാകാരത്തിലുള്ള ആക്രമണം. രണ്ടാമത് കടന്നത് എന്ന് പറയുന്നത് 508 മുതൽ 1844 ഇതിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാനിയേൽ 8:10-ലും 11-ലും അവൻ എന്ത് ചെയ്യുന്നു? സത്യത്തെ നിലത്ത് തള്ളിയിടുന്നതിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. അതാണ് അപ്പോൾ സംഭവിക്കുന്നത്. മൂന്നാമത് സംഭവിക്കുന്നത് 1955 AD മുതൽ നമ്മുടെ കാലഘട്ടമാണ്. 1955 എന്തുകൊണ്ട് പറഞ്ഞു അതിലേക്ക് കടക്കാം. പക്ഷെ 1955 മുതലാണ് 3 തവണ. അത് എവിടെയാണ് കിടക്കുന്നത്? അതിവിശുദ്ധ സ്ഥലത്ത്. അതിവിശുദ്ധ സ്ഥലത്ത് എന്തുണ്ട്? 10 കൽപ്പനയുണ്ട്. കൽപ്പന എന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൽപ്പന ലംഘനം പാപം. അപ്പോൾ പാപവുമായിട്ടും കൽപ്പനയായിട്ടും ബന്ധമുള്ളതാണ് 3ാമത്തെ ആക്രമണം നടന്നിരിക്കുന്നത്. ഇനി നമുക്കറിയാം കാത്തലിക് ചർച്ചിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജെസ്യൂട്ട്സ് ആണ്. അപ്രകാരം ഒരു ജെസ്യൂട്ട് തൻ്റെ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഇപ്രകാരം അദ്ദേഹം തൻ്റെ ബുക്കിലെഴുതി. വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, ഇപ്രകാരം അദ്ദേഹം തൻ്റെ ബുക്കിലെഴുതി. ആൽബർട്ടോ റിവേറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻട്രസ്റ്റ് ഉള്ളത് കാണാം. ഓൾ ദ മെയിൻ സ്ട്രീം ചർച്ചസ് were taken over by 1980 under extreme oath of the Jesuits. He was told that a secret sign was to be given to the Jesuits worldwide when the ecumenical movement had successfully wiped out Protestantism. ഗ്രേറ്റ് കോൺട്രവേഴ്സി വായിച്ചാൽ ജെസ്യൂട്ട്സ് എന്ന ആ ഗ്രൂപ്പിനെ ഉണ്ടാക്കി എടുക്കാനുള്ള കാരണം
പ്രൊട്ടസ്റ്റന്റിസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അവർ പറഞ്ഞു 1980 ആയപ്പോൾ എല്ലാ പ്രധാന നവോത്ഥാന ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളെയും അവർ പരാജയപ്പെടുത്തിയെന്നാണ്. കാരണം അവർ നുഴഞ്ഞു കയറ്റമായിരുന്നു. ബിസ്രാജിന്റെ അതേ ശ്രമമായിരുന്നു അവരും എടുത്തത്. പല സ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറും. അതാണ് ജസ്യൂസിന്റെ ഓർത്ത്. അതിലേക്ക് നമുക്കൊന്നും കടക്കാൻ സമയമില്ല. പക്ഷെ അപ്രകാരം ജസ്യൂട്ട് ചെയ്യുന്ന അങ്ങനെ അവർ എന്ത് ചെയ്തു? സക്സസ്ഫുള്ളി വൈപ്ഡ് ഔട്ട് പ്രൊട്ടസ്റ്റന്റിസം. അതിന്റെ സൈൻ എന്താണ്? The sign was to be when the president of US took his oath of office facing an obelisk. For first time in US history, the swearing in ceremony were moved to the west front of the Capitol and President Reagan faced the Washington Monument. This happened in January 20, 1981. ഇത് അവരുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളിലും എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളിലും നമ്മുടെ സഭ ഉൾപ്പെടും. തീർച്ചയായിട്ടും പ്രവചിച്ചിരുന്നത് തീർച്ചയായിട്ടും. കാരണം അവർ സൈൻ എന്തായിരുന്നു? US പ്രസിഡന്റ് അവിടെയുള്ള ഒബ്ലിസ്കിന്റെ ഫ്രണ്ടിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അത് എപ്പോൾ നടന്നു? പ്രസിഡന്റ് റീഗൻ January 20, 1981. ഇനി എൻ്റെ ഈ ഉത്തരം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഓക്കെ, കാത്തലിക് അപ്രൂവ്ഡ് സ്ട്രക്ചർ നമ്മുടെ സഭയുടെ കയറി വന്നു 1901 to 1903. ഓക്കെ, കാത്തലിക് അപ്രൂവ്ഡ് മെഡിക്കൽ സിസ്റ്റം നമ്മുടെ സഭയിലേക്ക് കയറി വന്നു 1920 മുതൽ. അതേ വർഷം തന്നെ കാത്തലിക് അപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. പിന്നെ 1980 മുതൽ കാത്തലിക് ട്രിനിറ്റി, നമ്മൾ വിശ്വസിക്കുന്ന ട്രിനിറ്റി അല്ല, കാത്തലിക് ട്രിനിറ്റി നമ്മുടെ സഭയിൽ സ്ഥാനം പിടിച്ചു തുടങ്ങി. 1955 to 1956 ആ കാലഘട്ടം വളരെ പ്രധാനമാണ്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ആൻഡ് ഡോക്ട്രിൻ എന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം നമ്മുടെ സഭ പ്രസിദ്ധീകരിച്ചു. അതിൽ പറഞ്ഞ ചില പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് ജീസസ്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് പരിപൂർണമായിട്ട് പാപമില്ലാത്തവനായിട്ടാണ്. ആദാമിനെ പോലെയായിരുന്നു, പക്ഷെ വീഴ്ച വഹിക്കാത്ത. പക്ഷെ നമ്മുടെ തിരുവചനം അതല്ല പറയുന്നത്. സ്പിരിറ്റ് ഓഫ് പ്രോഫസി അതല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, കാത്തലിക് ഹിംനൽസ് നമ്മുടെ ഇതിലേക്ക് കയറി വന്നു. വർഷിപ്പ് സ്റ്റൈൽ മാറി. സെവൻത് അഡ്വെന്റിസ്റ്റ് ചർച്ചിന്റെ വർഷിപ്പ് സ്റ്റൈൽ മാറി. ഇപ്പോൾ നമ്മുടെ വർഷിപ്പ് സ്റ്റൈൽ സെലിബ്രേഷൻ ടൈപ്പാണ്. ഇതും ഇതിന്റെ പിന്നിലുള്ളതാണ്. ഓക്കെ, കാത്തലിക് അപ്രൂവ്ഡ് ആയ NIV വളരെയധികം സ്ഥാനം പിടിച്ചു. വിശുദ്ധ ശബത്തിന് അധികം പ്രാധാന്യം നൽകാതെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഏറ്റവും അവസാനം. ഈ ഈദോം, മോവാബ്, അമോന് ഇതാരാണ്? ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തു, ക്ഷമിക്കണം. ഇനി ബാക്കി രണ്ട് ഉത്തരങ്ങൾ ഞാൻ അത് കുറയ്ക്കാം. അപ്പോൾ ഇതാണ് പറയുന്നത്. ഈദോമിനെ കുറിച്ച് ആമോസിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സഹായിക്കും. എന്താണ് ഈ ഈദോമെല്ലാം? ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 11-12. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാണകാലത്ത് എന്ന പോലെ പണിയുകയും ചെയ്യും എന്നതാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അതാണ് ഈദോമിൽ ശേഷിച്ചിരിക്കുന്നവരെയും എന്നെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്ത് കൈവശമാക്കും എന്ന് പറഞ്ഞാൽ ഏദോമിൽ ശേഷിപ്പുള്ളവരെയും ഇസ്രായേലിയരാക്കും, സത്യമത വിശ്വാസിയാക്കും. നിങ്ങൾ ഈ മാപ്പിൽ കാണുന്നുണ്ടോ? ഇസ്രായേൽ ഇവിടെയാണ്. അതിന് ചുറ്റുമായിരുന്നു മോവാബ് സാമ്രാജ്യം, ആമോൻ സാമ്രാജ്യം, ഏദോം സാമ്രാജ്യം. അപ്പോൾ ഇത് ആരാണ്? യെശയ്യാ പ്രവചനം 11 മുതൽ 11, 11, 16 അതും ദാനിയേൽ 41 മുതൽ 44 അത് തമ്മിൽ ഒരു പാരലിസം ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ ജനങ്ങളെ കുറിച്ച് യെശയ്യാ 11 പറഞ്ഞിരിക്കുന്ന അതേ ഗ്രൂപ്പിനെ കുറിച്ച് ദാനിയേൽ 11 പറഞ്ഞു. അതൊക്കെയാണ് ഈജിപ്ത്, മോവാബ്, ഈദം, അതേപോലെ അമോരയുടെ മക്കൾ. ദാനിയേൽ 11:41 എന്താ നമ്മൾ വായിച്ചത്? അവന്റെ രാജാവിന്റെ കയ്യിൽ നിന്നും രക്ഷ പ്രാപിക്കുക. അതെന്താണ് അർത്ഥം കാണിക്കുന്നത്? യെശയ്യാവ് 11 അനുസരിച്ച്, അതേപോലെ ആമോസിന്റെ പ്രവചനം 9, 11, 12 അനുസരിച്ച് അന്ത്യകാലഘട്ടത്തിൽ ലാറ്ററൽ റെയിൻ അല്ലെങ്കിൽ പിന്മഴയുടെ സഹായത്താൽ ജനം എന്ത് ചെയ്യുന്നു? പലരും ഈ സത്യം സ്വീകരിക്കും. അങ്ങനെ അവർ പാപ്പാത്വത്തിന്റെ അടിമത്തത്തിൽ നിന്നും അവർ രക്ഷ പ്രാപിക്കും. അങ്ങനെയുള്ള ജനമാണ് ഈ മോവാബും ഈദോമും ആമോനും. കാരണം അവരെല്ലാം ഇസ്രായേലിന്റെ നെയ്ബറിങ് കൺട്രീസ് ആയിരുന്നു. അതേപോലെ ആമോസ് പ്രവചനത്തിൽ പറയുന്നത് അവർ ദൈവത്തിന്റെ സഭയോട് ചേരും. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ആത്മീയ ഇസ്രായേൽ ആണെങ്കിൽ ഏദോമും മോവാബും ഇതെല്ലാം ആത്മീയ അർത്ഥത്തിൽ നമുക്ക് എടുക്കണായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉത്തരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. നമ്മള് ഡാനിയലിന്റെ ഈ 11-ാമത്തെ അധ്യായത്തിലൊക്കെ പ്രത്യേകിച്ച് 40 കഴിയുമ്പോൾ തൊട്ട് മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. അതിന്റെ ജനറൽ ഫ്രെയിം വർക്ക് സെയിമാണ്, പക്ഷേ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുമ്പോൾ
അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇതിൻ്റെ അകത്തൊരു വേറൊരു ആംഗിളിൽ നിന്നൊരു അണ്ടർസ്റ്റാൻഡിങ് തരണം എന്ന് ആഗ്രഹിക്കുക. ജോണത്തൻ പറഞ്ഞോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നതാണ്. എന്നാലും അതിൻ്റെ അകത്തെ ഒരു ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് അതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ചു. അപ്പൊ അവള് എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. എനിക്ക് ജസ്റ്റ് ഒന്ന്, കാരണം ഞാൻ എൻ്റെ ആൻസറിൻ്റെ അകത്തല്ലാത്ത ആ വേർഡ്സ് നേരെ എൻ്റെ മുമ്പിൽ എടുത്തു വെച്ചിട്ടില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് തരുവാണെങ്കിൽ ഞാൻ അത് കൃത്യമായി പറയാം. ദാനിയേലിന്റെ പുസ്തകം അതിൻ്റെ 11-ാമത്തെ അധ്യായം നമ്മൾ 41-ാമത്തെ വാക്യമാണ് ഇപ്പൊ ജോണത്തൻ പറഞ്ഞത്. അപ്പൊ 41-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. അപ്പൊ നമ്മൾ 40-ാമത്തെ വാക്യത്തില് നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം. കിഴക്കേ ദേശത്തെ രാജാവ് ടൈം ഓഫ് ദി എൻഡ് അല്ലെങ്കിൽ അന്ത്യകാലത്ത് ഈ വടക്കേ ദേശത്തെ രാജാവിനെതിരെ ആക്രമിക്കും. എന്നിട്ട് വടക്കേ ദേശത്തെ രാജാവ് കിഴക്കേ ദേശത്തിനെതിരെ പിന്നീട് അവരുടെ എല്ലാ സൈന്യവുമായിട്ട് തിരിച്ച് തെക്കേ ദേശത്തിലെ കിഴക്കല്ല തെക്കേ ദേശത്ത്, ഒന്നുകൂടെ ഞാൻ പറയാം. വടക്കേ ദേശത്തെ രാജാവ് തെക്കേ ദേശത്തെ രാജാവ്. അപ്പൊ അന്ത്യ സമയത്ത് അല്ലെങ്കിൽ 1798 ആ കാലഘട്ടത്തിനും അതിന് ശേഷമായിട്ട് തെക്കേ ദേശ രാജാവ് വടക്കേ ദേശത്തിനെതിരെ ആക്രമിക്കുകയും വടക്കേ ദേശ രാജാവ് തിരിച്ച് തെക്കേ ദേശ രാജാവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ വായിച്ചത്. അപ്പൊ നമ്മള് തെക്കേ ദേശ രാജാവ് ആരായിരുന്നുള്ളതിന് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് തന്നായിരുന്നു. അത് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്ത് ഉടലെടുത്ത ആ ഒരു പവറാണ്. പിന്നീട് അതിനെക്കുറിച്ച് 42-ൽ വെച്ച് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ വടക്കേ ദേശ രാജാവ് പോപ്പിനെ പിടിച്ചുകൊണ്ട് അവരുടെ ആക്രമിച്ച് കീഴടക്കി. പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ വരുന്ന വർഷങ്ങളിൽ തിരിച്ച് ആ പോപ്പ് പാപ്പാത്ത ശക്തി ഇവരെ ഈ തെക്കേ ദേശത്തെ രാജാവ് എന്ന് സൂചിപ്പിക്കുന്ന ആ പവറിനെ പിൽക്കാലത്ത് കീഴടക്കി കളയുകയും ചെയ്യുന്നതാണ് നമ്മൾ വായിച്ചത്. എന്നിട്ട് അതിന്റെ താഴോട്ട് അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്ന ഭാഗമായിട്ട് ഈ അന്ത്യകാലത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് ഈ വടക്കേ ദേശത്തെ രാജാവിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും, 10,000 പേർ ഇടറി വീഴുന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എവിടെ നിന്നാ തുടങ്ങണ്ടേന്ന് വെച്ചാല്, ഇത് നമ്മൾ വെളിപ്പാടിന്റെ പുസ്തകത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഡാനിയലിന്റെ പുസ്തകത്തിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ കിടക്കുന്നത്. അപ്പോ ഡാനിയൽ പ്രോഫസി ആണെങ്കിൽ വെളിപാടാണ് ആ പ്രോഫസിയുടെ എക്സ്പ്ലനേഷൻ, വെളിപാടാണ് അതിന്റെ വെളിപ്പെടുത്തൽ. അപ്പൊ നമ്മൾ ഇതിനെ ഒരു ക്രോണോളജിക്കലി ഇതിനെ സ്റ്റഡി ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് പറയുമ്പോൾ നമുക്കറിയാം 1798 എന്താ സംഭവിച്ചത് പറയുമ്പോൾ ആ ബീസ്റ്റ് മരണകരമായി മുറിവേറ്റു. വെളിപ്പാടിന്റെ 13 പ്രകാരമുള്ള മരണകരമായി മുറിവേറ്റു. വെളിപ്പാടിന്റെ പുസ്തകത്തില് പിന്നെ നമ്മൾ കാണുമ്പോൾ ഈ മുറിവേറ്റ് കിടക്കുന്ന ബീസ്റ്റിനെ കുറിച്ച് പിന്നെ പറയുന്നത് വെളിപ്പാടിന്റെ 17-ാമത്തെ അധ്യായത്തിൽ വെച്ച നമ്മൾ നോക്കുമ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കാണാൻ പറ്റും. ഈ വടക്കേ ദേശത്തിലെ രാജാവിനെ നമ്മൾ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ അതിനെ ബാബിലോൺ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും പണ്ട് ഇസ്രായേലിന്റെ മുകളിൽ വടക്കിലുണ്ടായിരുന്നതും ബാബിലോൺ തന്നെയാണ് അവരുടെ വടക്കേ ദേശത്ത്. പക്ഷെ ഇവിടെ ഈ പാപ്പാത്തത്തിനെ ബാബിലോൺ എന്നാണ് വിളിക്കുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ബാബിലോണിനെ മഹദിയ ബാബിലോൺ എന്ന് വിളിക്കുന്നു വെളിപ്പാടിന്റെ 17-ല്. ആ മഹദിയ ബാബിലോണിന് വേശ്യയായ സ്ത്രീ ആയിട്ട് ഉപമിച്ചിരിക്കുന്നു. ആ വേശ്യയായ സ്ത്രീയെ വേശ്യകളുടെ അമ്മയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അതായത് അവൾക്ക് കുഞ്ഞുങ്ങളായിട്ട് കുറെ വേശ്യ കുഞ്ഞുങ്ങളുണ്ട്. എന്താ സംഭവിച്ചത്? പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷനിൽ നിന്നും പരിശുദ്ധമായി ഉടലെടുത്ത് വന്ന സഭകളെ അന്ത്യകാലത്ത് വെച്ച് കാത്തലിക് ചർച്ച് കറപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ബാബിലോണും കുട്ടികളായിട്ടുള്ള കുറെ വേശ്യ ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവുന്നത്. ആ അമ്മയായ സ്ത്രീ അത് കാത്തോലിക് ചർച്ചിനെ സൂചിപ്പിക്കുന്നു. ഈ കുട്ടികളായിട്ടുള്ള വേശ്യകളായ സ്ത്രീ മറ്റ് ഇതര പ്രൊട്ടസ്റ്റന്റ് സഭകളെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ ഗ്ലോറിയസ് ലാൻഡിലേക്ക് ശരിക്കും എൻട്രൻസ് നടത്തുന്നത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ പഠിച്ചോളൂ. പിന്നെ ഓഫ് കോഴ്സ് ആ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് എല്ലാം കറക്റ്റ് ആവുന്ന കൂട്ടത്തില് ഈ സെവൻത് അഡ്വന്റിസ്റ്റ് ചർച്ച് ബാബിലോൺ ആവോ? ഇല്ല, അത് നമ്മൾ എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ അതിൻ്റെ അകത്തെ ആൾക്കാരിലേക്ക് ഈ ഇൻഫ്ലുവൻസ് പോയിട്ടുണ്ട്. അതെങ്ങനെയാന്നുള്ളതൊക്കെ ജോണത്തൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ നമ്മൾ ആ ക്രോണോളജിക്കലി സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ആ ഇവിടുന്ന് അതിനെ മനസ്സിലാക്കണം. അതിന്റെ പ്രൈം ഫോക്കസ് ശരിക്കും ഗ്ലോറിയസ് ലാൻഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ക്രോണോളജിക്കലി നമ്മൾ അങ്ങനെയായി ക്രിസ്ത്യ ആ പരിശുദ്ധമായ പ്രൊട്ടസ്റ്റന്റ് സഭകളിലേക്കാണ് ഇവർ ആദ്യം പ്രവേശിക്കുന്നത്. എന്നിട്ട് അതിന്റെ ആ കറപ്ഷൻസ് അവരെ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളെ പോലെ അല്ല സെവൻത് അഡ്വന്റിസ്റ്റ് ചർച്ചിന്റെ കേസിൽ. ആ ചർച്ചിനെ മുഴുവനായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ചില എലമെന്റ്സിനെ മാത്രമേ, ചില വ്യക്തികളെ മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതാനും ചില ലോക്കൽ കോൺഗ്രിഗേഷനെ മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫുൾ ചർച്ചിനെ ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സെവൻത് അഡ്വന്റിസ്റ്റ് ചർച്ചിനെ ഒരിക്കലും ബാബിലോൺ എന്ന് വിളിക്കാൻ പാടില്ല. ആൻഡ് ഇറ്റ് വിൽ നെവർ ഫോൾ. ഇത് വീഴാൻ പോകുന്ന പോലെ നമുക്ക് തോന്നുമായിരിക്കും, പക്ഷെ അതൊരിക്കലും
വീഴത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ തൊട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പോയിന്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. താങ്ക് യു ജേക്കബ്. ആക്ച്വലി ജേക്കബ് ഇപ്പൊ പറഞ്ഞത് ജോണതൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ ഒരു ഐഡിയ നമ്മൾ മിസ്സായി പോയെന്ന് ചിന്തിക്കുന്നു. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പാർട്ട് ഓഫ് ദിസ് ആൻസർ ആണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ജേക്കബ് ഫോർ ദാറ്റ് ക്ലാരിറ്റി. നമുക്ക് അങ്ങനെയാണെങ്കിൽ 42ാമത്തെ വാക്യം വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ജേക്കബ് 40th വേഴ്സ് പറഞ്ഞപ്പോഴേ അതിന്റെ ഒരു ഭാഗം ബാക്കി വരുന്നത് 42nd വേഴ്സിലാണെന്ന് പറഞ്ഞിരുന്നു. എന്താണ് അപ്പോ 42nd വേഴ്സ്? കണ്ടിന്യൂയിങ് ഫ്രം 42nd വേഴ്സ് ഞാൻ അതിനോട് ഷെയർ ചെയ്യാം സ്ക്രീൻ. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു 42ാമത്തെ വാക്യത്തിൽ, മനോഹരമായ ദേശത്തിലേക്ക് പ്രവേശിച്ചത് വരെ നമ്മളിപ്പോ പഠിച്ചു. അതിനുശേഷം ഇത് തുടങ്ങിയത് എവിടെയാന്ന് വെച്ചാൽ ആ വടക്കേ ദേശത്തിലെ രാജാവ് തിരിച്ച് തെക്കേ ദേശത്തിനെതിരെയുള്ള പോരാട്ടം നടത്തിയതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 40ാമത്തെ വാക്യത്തിൽ കണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ കണ്ട വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും അതെല്ലാം കൂടെ ഈ തെക്കേ ദേശത്തിലെ രാജാവിനെതിരെ വരുന്നതാണ് കണ്ടത്. എന്നിട്ട് 42ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ, അവൻ ദേശങ്ങളുടെ നേരെ കൈ നീട്ടും, മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോവുകയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പിൾ എപ്പോഴും ഓർത്തോണം. ഡാനിയലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ എപ്പോഴും വെളിപ്പാടിന്റെ പുസ്തകത്തിലാണ് അതിന്റെ എക്സ്പ്ലനേഷൻ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ തെക്കേ ദേശത്തിലെ രാജാവിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ മിസ്രൈം ദേശം ഒഴിഞ്ഞു പോവുകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ഇസ്രായേലിന്റെ തെക്കിലുള്ളതാണ് മിസ്രൈം ദേശം. പക്ഷെ നേരത്തെ ജോണത്തൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ആത്മീയ അർത്ഥത്തിലാണ് ഇപ്പൊ എല്ലാം കൺസിഡർ ചെയ്ത് പോകേണ്ടത്. കാരണം ഈ ഡാനിയലിന്റെ 11th സ്റ്റാർട്ടിങ്ങിലെ കുറെ ഭാഗങ്ങൾ ലിറ്ററൽ പ്രോഫസി ആണെങ്കിലും ഒരു 40ാമത്തെ വാക്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ആത്മീയ അർത്ഥത്തിലേക്കാണ്, ആത്മീയ തലത്തിലാണ് അതിന്റെ മീനിങ് പോണത്. ആത്മീയ തലം എന്ന് പറയുമ്പോഴത്തേക്കും സംഭവങ്ങൾ യഥാർത്ഥമാണ്, പക്ഷെ അതിനുപയോഗിച്ചിരിക്കുന്ന കിങ് ഓഫ് ദ നോർത്ത് എന്ന് പറയുമ്പോൾ ഒരു ലിറ്ററൽ കിങ് ഓഫ് ദ നോർത്ത് ആയിട്ട് ബാബിലോൺ എന്നല്ല ഉദ്ദേശിക്കുന്നത്. പകരം സ്പിരിച്വൽ ബാബിലോൺ, മഹദിയ ബാബിലോൺ. കിങ് ഓഫ് ദ സൗത്ത് അത് ലിറ്ററൽ ഈജിപ്തിനെ അല്ല ഉദ്ദേശിക്കുന്നത്, പകരം ഒരു സ്പിരിച്വൽ ഈജിപ്റ്റ്. എന്താണ് സ്പിരിച്വൽ ഈജിപ്റ്റ് എന്ന് നമ്മൾ പക്ഷേ അപ്പൊ തിരിച്ചറിയണം. അപ്പോൾ സ്പിരിച്വൽ ഈജിപ്റ്റ് എന്താണ്, ആത്മീയമായിട്ടുള്ള മിസ്രൈം എന്താണെന്നാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. അതിന് വെളിപ്പാടിന്റെ പുസ്തകത്തിന്റെ 11ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകണം. അപ്പൊ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇവന്റ് നമുക്ക് കാണാം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും, അവർ റെട്ടുടുത്തുകൊണ്ട് 1220 വർഷം 1260 ദിവസം പ്രവചിക്കും. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. 1260 വർഷം എന്താ? ആ ഡാർക്ക് ഏജസിന്റെ പീരീഡിനെ കുറിച്ചാണ് പറയുന്നത്. 538 AD മുതൽ 1798 AD വരെ ഡാർക്ക് ഏജസിന്റെ ആ കാലഘട്ടത്തിലാണ് 1260 ദിവസമായിട്ട് പ്രവചനാതീതമായി നോക്കുമ്പോൾ 1260 വർഷമായിട്ട് ഇവിടെ പറയുന്നത്. ആ സമയത്ത് 2 സാക്ഷികൾ റെട്ടെടുത്തുകൊണ്ട് പ്രവചിക്കുന്നു പറയുന്നത്. അതെന്താ കാരണം? ബൈബിള് ആണ് ശരിക്കും പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. അത് യേശു തന്നെ പറയുന്നുണ്ട്, ദീസ് വേർഡ്സ് ആർ ദേ വിച്ച് ടെസ്റ്റിഫൈ ഓഫ് മീ. എന്റെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ വചനങ്ങളാണ്. അപ്പൊ യേശുവിന്റെ ബൈബിളിലെ പഴയ നിയമമായാലും പുതിയ നിയമമായാലും 2 സാക്ഷികളും കൂടെ ചേർന്നുകൊണ്ട് ഈ ബൈബിളിനെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തിയ ചരിത്രത്തിലെ കാലഘട്ടമാണ് ഈ 1260 വർഷങ്ങൾ. ആ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് റെട്ടെടുത്തുകൊണ്ട് അവർ പ്രവചിക്കുന്നിരിക്കുന്നത്. എന്നിട്ട് എഴുതിക്കുക, അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. അപ്പൊ വീണ്ടും ബൈബിള് നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും, ആ നിലവിളക്ക് എന്നുള്ള മീനിങ് ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ അടുത്ത വാക്യത്തില്, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അപ്പൊ ഈ വചനത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനത്താലാണ് പണ്ട് കാലത്ത് ഏലിയാവ് പറഞ്ഞപ്പോ മഴ പെയ്തത്, മഴ നിന്നത്. ഏലിയാവ് തീ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വചനത്തിന്റെ ശക്തിയാലാണ് തീ ഇറങ്ങിയത്. അപ്പൊ ഈ വചനത്തിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ഇവിടെ ഈ 5ാമത്തെ വാക്യത്തിൽ 6ാമത്തെ വാക്യത്തിൽ കാണുന്നത്. കാരണം 5ാമത്തെ വാക്യത്തിൽ നമ്മൾ തീ പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ച് കളയാൻ പറ്റും. 6ാമത്തെ വാക്യത്തിൽ അവർ എഴുതിയിരിക്കുന്നുണ്ട്, അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാത്ത വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരം ഉണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോൾ ഒക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരം ഉണ്ട്. കാരണം ഈ വചനത്തിനാണ് ഇതിനുള്ള ശക്തി. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാലാണ് വെള്ളത്തെ രക്തമാക്കിയത്, ബാധകൾ കൊണ്ടുവന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ദൈവവചനത്തെ കുറിച്ചാണെന്നുള്ളത് കൂടുതൽ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനത്തെ ക്യാരക്ടറൈസേഷൻ ഒക്കെ ഇവിടെ പറയുന്നത്. അപ്പൊ ദൈവവചനം അടിച്ചമർത്തപ്പെട്ട കാലഘട്ടമാണ് ആ 1260 വർഷം. എന്നിട്ട് അടുത്ത വാക്യം, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, അതായത് 1260 വർഷം തികഞ്ഞ ആ പോയിന്റിൽ 1798 ഞാൻ വ്യക്തമായി പറയുകയാണെങ്കിൽ, തികച്ച ശേഷം ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയുന്ന. അപ്പൊ 1798 എക്സാക്ട്ലി 1798 ഈ വചനത്തിനെതിരെയും കൂടെ നിൽക്കുന്ന ഒരു ശക്തിയാണ് പൊങ്ങി വരുന്നത്. അതൊരു മൃഗമാണ്. അതുകൊണ്ട് മൃഗം എന്ന് വെച്ചാൽ ബൈബിളിൽ ഒരു പൊളിറ്റിക്കൽ പവറാണ്, ഒരു രാജ്യമാണ്. നീ കണ്ട 4ാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് വരുന്ന 4ാമത്തെ മൃഗമാവുന്നു ഡാനിയലിന്റെ 7ാമത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം മൃഗം ഒരു രാജ്യത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിനെതിരെയും കൂടെ നിൽക്കുന്ന ഒരു രാജ്യം പൊങ്ങി വരും 1798. ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, അവിടെ ഉണ്ടാവും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായ സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും എന്ന് എഴുതിയിരിക്കുന്നത്. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് എന്താണെന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഭാഗം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ 1798 അറൗണ്ട് ആ പീരീഡിൽ ഒരു കാര്യം ഉണ്ടായി. അത് പാപ്പാത്തത്തിന്റെ അധപതനത്തിലും കാരണമായി. അതേ ശക്തി തന്നെ ദൈവവചനത്തെയും കൊന്നു. കാരണം അതുകൊണ്ടാണ് 2 സാക്ഷികൾ കൊല്ലപ്പെട്ടു, അവിടെ 3.5 വർഷം ശവമായിട്ട് കിടന്നു. പക്ഷെ ആരും കല്ലറയിൽ എടുത്തു വെക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ഓൾറെഡി പഠിച്ച കുറെ എപ്പിസോഡ് മുമ്പ് പഠിച്ച ഫ്രഞ്ച് റെവല്യൂഷൻ. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ആ ഒരു വലിയൊരു മൂവ്മെന്റ്, പീപ്പിൾസ് മൂവ്മെന്റിൽ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഭൂമിയിൽ ഒരു കൺട്രി, അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ നോക്കുന്ന ഈ AD കാലഘട്ടത്തിൽ ദൈവമില്ല, ദൈവം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം തന്നെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഈ ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നും ഉണ്ടായി വന്ന ഫ്രാൻസിൽ വെച്ചാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ ഫ്രഞ്ച് റെവല്യൂഷനിൽ മുൻപന്തിയിൽ നിന്ന ഒരാളായിരുന്നു ശരിക്കും പറഞ്ഞ ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട്. അല്ലെങ്കിൽ ആ ഫ്രഞ്ച് റെവല്യൂഷന്റെ കാലഘട്ടത്തിന് മുകളിലേക്ക് കയറി വന്ന ഒരാളാണ്. കാരണം ഞാൻ വിക്കിപീഡിയയിൽ നെപ്പോളിയനെ കുറിച്ച് വായിക്കുമ്പോൾ ഫസ്റ്റ് സെന്റൻസ് ഉണ്ടെങ്കിൽ, നെപ്പോളിയൻ ബോണപ്പാർട്ട് വാസ് എ ഫ്രഞ്ച് മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ലീഡർ who rose to prominence during the French Revolution and led several successful campaigns during the Revolutionary Wars. He was a de facto leader of the French Republic as a first consul from 1799 to 1804. As Napoleon I, he was emperor of the French from 1804 until 1814. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കണം. ഈ ഫ്രഞ്ച് റെവല്യൂഷനിൽ കയറി വന്ന ലീഡറാണ് നെപ്പോളിയൻ. ഈ നെപ്പോളിയന്റെ കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പോപ്പിനെ പിടിച്ച് തടവറയിലാക്കുന്നത്. അപ്പൊ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ ഇറ്റ് വാസ് എ ഹിറ്റ് അഗെയിൻസ്റ്റ് കാത്തലിക് ചർച്ച് ആൻഡ് ഇറ്റ് വാസ് എ ഹിറ്റ് അഗെയിൻസ്റ്റ് ദ ബൈബിൾ. ഈ 2 കാര്യങ്ങളും കൂടെ നടന്നൊരു സംഭവം. ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നമ്മളിവിടെ ഒരു കാര്യം വായിച്ചു, ഈ 1798 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിച്ചതല്ല. ആത്മീയമായി ഈജിപ്റ്റ് എന്ന് വിളിക്കുന്ന ആ പട്ടണത്തിലാണ് ഇവരുടെ ശവം കിടക്കണമെന്നാണ്. അത് ശ്രദ്ധിച്ചായിരുന്നോ വായിച്ചപ്പോ? ഞാൻ ഒരു പ്രാവശ്യം സ്ക്രീൻ ഷെയർ ചെയ്യാം, അത് ചിലപ്പോൾ മിസ്സായി പോയി കാണും. അതാണ് ഇത് ഒരു സംശയമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ ക്ലാരിറ്റി കിടക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് 8ാമത്തെ വാക്യത്തിൽ, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കുന്നു. അപ്പൊ ഇവിടെ സോദോം എന്നും പറയുന്നത് മിസ്രൈം എന്നും പറയുന്നു. ഈ മിസ്രൈം എന്ന് വിളിക്കാൻ കാരണം എന്താ? കാരണം ഈ മിസ്രൈമിൽ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ മിസ്രൈമിലെ രാജാവായ ഫറോ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ദൈവമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് പറയുന്നത്. ഹൂ ഇസ് ദിസ് ഗോഡ് ദാറ്റ് ഐ ഷുഡ് ഒബേ ഹിം? ഇതാരാ ഈ ദൈവം? ആദ്യമായിട്ട് ഏത്തീസം അല്ലെങ്കിൽ നിരീശ്വരവാദത്തെ ആദ്യമായിട്ട് പരസ്യമായി ബൈബിളിൽ പറയുന്ന ഒരാളായിട്ട് കാണിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഫറോ ആണ് ഈജിപ്തിലെ. ഹൂ ഇസ് ദിസ് ഗോഡ്? അത് തന്നെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്ത് അവരാണ് ഒഫീഷ്യലി അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ദൈവം ഇല്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ചെയ്തത്. അതുകൂടാതെ ബൈബിളിനെ അവര് ബാൻ ചെയ്തു, ബൈബിളിനെ അവര് കത്തിച്ചു കളഞ്ഞു, ഇല്ലാണ്ടാക്കി. പക്ഷെ നമുക്ക് എല്ലാവർക്കും ചരിത്രം 3.5 വർഷമേ അങ്ങനെ നിന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ആ
ആ ആ പ്രഖ്യാപനത്തെ അവർ റിവേഴ്സ് ചെയ്യുകയും പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബൈബിൾ ലോകമെമ്പാടും പടക്കം പോലെ പൊട്ടി സ്പ്രെഡ് ആവുന്ന പോലെ ബൈബിളിന്റെ ഒരു മുന്നേറ്റം. പിന്നെ നമ്മൾ ബൈബിൾ സൊസൈറ്റീസ് വരുന്നു, പ്രിന്റിങ് നടക്കുന്നു, എല്ലായിടത്തും ബൈബിൾ. ആ ഒരു 3.5 വർഷത്തിന്റെ ഒരു ഇതേ വന്നുള്ളൂ. അതുകൊണ്ടാണ് ശവം തിരിച്ച് കല്ലറയിലേക്ക് വെക്കാനുള്ള സമയം കിട്ടിയില്ല. 3.5 വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇവർ എഴുന്നേറ്റ്, ആൾക്കാരൊക്കെ പേടിച്ചു പോയി. അതേപോലെ അപ്പോ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലായി, മിസ്രൈം എന്ന് വിളിക്കാൻ കാരണം എന്താ? ബിക്കോസ് അവർ ഏത്യസത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ഈ ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രാൻസും. അവിടെ ഒരു കാര്യം കൂടെ ഉപയോഗിക്കുന്നത് സോതോം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ആ സമയത്താണ് ഭയങ്കര ലൈസൻഷ്യസ് ആയിട്ട് ഭയങ്കര മോശമായ ഹ്യൂമൻ മാരേജ് റിലേഷൻസിനെ ഒന്നും വകവെക്കാതെ എല്ലാ രീതിയിലും മോശമായ ബന്ധങ്ങളെ അവർ വളരെയധികം പ്രൊമോട്ട് ചെയ്ത് ലൈസൻഷ്യസ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് അവിടെ നടന്നുകൊണ്ടാണ് സോതോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മീനിങ് കിട്ടും. ഈ കിങ് ഓഫ് ദ നോർത്ത്, ഞാൻ നേരത്തെ വായിച്ച വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെ, ആ കിങ് ഓഫ് ദ നോർത്ത് ഈ കിങ് ഓഫ് ദ സൗത്തിനെതിരെ വരുന്ന കാര്യത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ദേശങ്ങളുടെ നേരെ കൈ നീട്ടും, മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു, ഈ മിസ്രൈം ദേശം എന്നുള്ളത് 2 കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഒന്ന് ഏത്തീസത്തെയും, ഈ ഏത്തീസത്തിൽ നിന്നും ഉണ്ടായ പൊളിറ്റിക്കൽ പവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞ കമ്മ്യൂണിസം. അപ്പൊ നമ്മൾ ഈ ഈജിപ്റ്റ് ഏത്തീസത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളതിന്റെ പ്രൂഫ് ആയിട്ടാണ് ഞാൻ ഈ കൊട്ടേഷൻ ജസ്റ്റ് കാണിക്കുന്നത്. വൻ പോരാട്ടം എന്ന പുസ്തകത്തിൽ 269 പേജ്. അപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത ഒരു ഇന്റർപ്രിട്ടേഷൻ ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചത് മാത്രം. സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. ഓഫ് ഓൾ നേഷൻസ് പ്രസന്റ് ഇൻ ബൈബിൾ ഹിസ്റ്ററി, ഈജിപ്റ്റ് മോസ്റ്റ് ബോൾഡ്ലി ഡിനൈഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദ ലിവിംഗ് ഗോഡ് ആൻഡ് റെസിസ്റ്റഡ് ഹിസ് കമാൻഡ്സ്. എന്നിട്ട് ഇവിടെ താഴോട്ട് ഇതിനെക്കുറിച്ച് വായിച്ചു പോകുമ്പോഴത്തേക്കും ഈ ഫ്രഞ്ച് റെവല്യൂഷനും അതേ രീതിയിലാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ ഈജിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏത്തിയസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യും. കാരണം പൊളിറ്റിക്കൽ പവേഴ്സ് ദൈവത്തിൽ പൂർണ്ണമായും ദൈവമില്ല, നിരീശ്വരവാദത്തിൽ അടിയൂർന്ന പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസം. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പാപ്പാത്ത് നമ്മൾ നേരത്തെ വാക്യത്തിൽ എന്താ കണ്ടത്? ഈ ഒരു ഈജിപ്തിനെതിരെ അവര് കൈ നീട്ടും, ആ മിസ്രൈം ദേശം ഒഴിഞ്ഞു പോവുകയില്ല, അതായത് അവരെ വിട്ടുകൊടുക്കില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കാര്യം ഈ പാപ്പാത്തം അതിനെ ശരിപ്പെടുത്തും. കാരണം നമ്മൾ നേരത്തെ കണ്ടത് അതായിരുന്നു. 40ാമത്തെ വാക്യത്തിലും കണ്ടത് ഇതേ കാര്യം. ഈ വടക്കേ ദേശത്തിലെ തെക്കേ ദേശത്തിന്റെ രാജാവിനെതിരെ എല്ലാ ശക്തികളോടും കൊണ്ട് അതിനെ നശിപ്പിച്ചു കളയുന്നു. ഇവിടെ വന്നപ്പോൾ അതിന് ഈജിപ്റ്റ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. നമ്മൾ പഠിച്ചു ഈജിപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഏത്തീസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യും, അതുപോലെ തന്നെ ഏത്തീസ്റ്റിക് ആയിട്ടുള്ള ഫിലോസഫിയിൽ അടിയൂർന്ന പൊളിറ്റിക്കൽ പവേഴ്സിനെയും അത് റെപ്രസെന്റ് ചെയ്യും. കാരണം ഫ്രഞ്ച് റെവല്യൂഷനിലുള്ള ഫ്രാൻസ് അങ്ങനത്തെ ആയിരുന്നു. പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്താവനത്തിൽ നിന്നും ഉണ്ടായ രാജ്യങ്ങളൊക്കെയും ഈ ഒരു ഈജിപ്തിന്റെ ആ ഒരു ഡെഫിനേഷന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും കമ്മ്യൂണിസത്തിന്റെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ കമ്മ്യൂണിസം വളരെ വിരളമാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യം കംപ്ലീറ്റ് ആ കമ്മ്യൂണിസത്തിന്റെ ആ പണ്ടത്തെ പ്രതാപം ഒന്നുമില്ല. ഇപ്പൊ ഓഫ് കോഴ്സ് ചൈനയിലുണ്ട്, നോർത്ത് കൊറിയയിലുണ്ട്. അതും ചൈന ഒരു വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ ആ വേൾഡ് വൈഡ് ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസ് അത്രയൊന്നും ഇന്നില്ല. അതെങ്ങനെ കമ്മ്യൂണിസം താഴോട്ട് പോയി നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. പാപ്പാത്ത വരുന്ന അതിന്റെ പുറയില് അമേരിക്കയുടെ കൂടെ പാപ്പാത്ത കൂടെ ചേർന്നിട്ടാണ് ഈ റഷ്യൻ കമ്മ്യൂണിസത്തിന് USSR കമ്മ്യൂണിസം വീഴാൻ ഇടയാക്കുക. അതിന് പോളണ്ട് മുതൽ ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ആ കംപ്ലീറ്റ് കമ്മ്യൂണിസത്തിന്റെ ആ വലിയ ഇത് വീഴാൻ ഇടയാക്കിയത് ശരിക്കും പറഞ്ഞാൽ പാപ്പാത്ത. നമ്മൾ ചരിത്രം പരിശോധിച്ച് പഠിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഈ പാപ്പാത്തമാണ് ഇതിന്റെ പുറയിലുള്ളത്. കാരണം കമ്മ്യൂണിസം നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും പാപ്പാത്തത്തിന് ഈ ദേശീയ ഞായറാഴ്ച നിയമം കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഇവര് ദൈവത്തിനെ വിശ്വസിക്കുന്നില്ല, പാപ്പാത്തത്തിന് വിധേയമാവാൻ തയ്യാറാവാത്ത ഒരു കൂട്ടരാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഈ പാപ്പാത്തം ഈജിപ്തിനെ വെറുതെ വിടത്തില്ല, അതിനെ നശിപ്പിച്ചു കളയുന്നു. അപ്പൊ നമ്മൾ കണ്ടു ആ വലിയ USSR എന്ന് പറഞ്ഞ വേൾഡിലെ 2 പവർഫുൾ പവേഴ്സ് ആയിരുന്നു US-ഉം USSR. ആ USSR വീഴാൻ ഇടയാക്കിയത് പാപ്പാത്ത റേഗന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചാണ്, അമേരിക്കൻ പ്രസിഡന്റ് റേഗന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചാണ് അവിടുത്തെ കമ്മ്യൂണിസം വീഴാൻ ഇടയാക്കിയത്. അതും ഒത്തിരി മീനിങ് ഉണ്ട്. കാരണം ബൈബിളില് എഴുതിയിരിക്കുന്ന എന്താ, വെളിപ്പാടിന്റെ പുസ്തകം 13ാമത്തെ അധ്യായത്തില് കരയിൽ നിന്നും കയറി വരുന്ന മൃഗം, ആ കടലിൽ നിന്ന് കയറി വരുന്ന 1ാമത്തെ മൃഗമായ പാപ്പാത്തത്തിന്റെ സകല അധികാരവും നടപ്പിലാക്കും. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇതൊക്കെ ഒത്തിരി കണക്ഷൻസ് ആണ്. എനിക്കിത് പറയുമ്പോൾ ഇങ്ങനെ നരച്ചിങ്ങനെ മനസ്സിൽ പല സ്ഥലത്ത് ഇതിന്റെ കണക്ഷൻസ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ എനിക്കറിയില്ല, അത് പല പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് അതിനെ അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും.
നമുക്ക് അറിഞ്ഞൂടെ ഇനി അന്ത്യകാലത്ത് ഇനി എന്തൊക്കെ സംഭവിക്കുന്നു. ഒരുപക്ഷെ ഇനിയും കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഇനിയും നിൽക്കുന്ന രാജ്യങ്ങളുടെ വീഴ്ചയ്ക്കും കാരണമാകും. കാരണം അന്ത്യകാലം എന്നുള്ള ഡെഫിനിഷനിൽ ഒരിക്കലും 1798 ഇയർ അല്ല, അതിനുശേഷം വരുന്നത് നമ്മൾ ഈ ജീവിക്കുന്ന കാലം മൊത്തം അന്ത്യകാലം. അപ്പൊ ഇനിയും പാപ്പാത്തത്തിനെതിരെ നിൽക്കുന്ന ഇതുപോലെ എത്തിസ്റ്റിക് ആയിട്ടുള്ള പവേഴ്സിനെയും ഇവര് വീഴാൻ ഇടയാക്കും. അതുപോലെ തന്നെ ചില ബൈബിൾ പണ്ഡിതന്മാര് ഇതിന് കുറെ കൂടെ ഡീപ്പറായിട്ട് മീനിങ് കൊടുക്കുന്നുണ്ട്. സെക്യുലറിസം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഇറിലീജിയനാണ്. ഇന്ത്യ പോലെയല്ല. ഇന്ത്യയിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു മതപരമായിട്ടുള്ള അഫിലിയേഷൻ ആണ് ഭൂരിപക്ഷം പേർക്കും. പക്ഷെ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെയല്ല. ഇപ്പൊ US എടുത്താൽ, ജപ്പാനൊക്കെ എടുത്താൽ ഭയങ്കര സെക്യുലർ. അവർ ദൈവത്തിൽ ഒരു വിശ്വസിക്കുന്നില്ല. ഈ സെക്യുലറിസവും ശരിക്കും ഇതിനെ കോമ്പാറ്റ് ചെയ്ത് നിൽക്കുക. ഒരുപക്ഷെ ഈ അന്ത്യകാലത്ത് അവരുൾപ്പെടെ താഴോട്ട് വീഴാൻ ഉള്ള കാര്യങ്ങൾ ഈ പാപ്പാത്തിൽ നിന്നും വരും. അതും അമേരിക്കയെ കുറിച്ച് വെളിപ്പാടിന്റെ പുസ്തകത്തിന്റെ 13ാം അധ്യായത്തിൽ പറയുമ്പോൾ അവൻ പല അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചാണ് ഇവരെ എല്ലാവരും വശത്തേക്ക് ആക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവര് വരെ ഈ അമേരിക്കയുടെ ശക്തിയിൽ പാപ്പാത്തത്തിന്റെ ഇതിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഒരു മീനിങ് ആണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഓഫ് കോഴ്സ് ഇതിന് ഇനിയും ഡെപ്ത് ഉണ്ടാവും. നമുക്ക് പലപ്പോഴും കുറെ നാൾ ചർച്ച ചെയ്താലും തീരത്തില്ല ഇതിന്റെ കാര്യം. താങ്ക് യു ജേക്കബ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ആൻസർ തന്നതിന് നന്ദി. ജോണത്തിന് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ബ്രദർ ജേക്കബ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, സെക്യുലറിസം. അപ്പൊ ഈ സെക്യുലറിസം കമ്മ്യൂണിസം എല്ലാം നമ്മൾ കൂട്ടണം. ഞാനിത് പറയാൻ കാരണം ഫ്രഞ്ച് റെവല്യൂഷനിൽ വേറൊരു കാര്യം കൂടി ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അത് ഇന്നും നമ്മുടെ കേരളത്തിലും എല്ലായിടത്തും ഉള്ളതാണ്. വലതുപക്ഷവും ഇടതുപക്ഷവും. എന്താണ്? ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് ദൈവമില്ല എന്നും നമുക്ക് ദൈവമായിട്ട് ഒന്നും വേണ്ടെന്ന് പറയും. ഇന്ന് നമ്മുടെ കേരളത്തിലായാലും ഇടതുപക്ഷം അപ്രകാരം തന്നെയാണ്. ഇനി വലതുപക്ഷം എന്ന് പറയുന്നത് ആ ഫ്രഞ്ച് റെവല്യൂഷൻ എതിരാണ്, പോപ്പിനോട് ചായവുള്ളതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് 1989 കിങ് ഓഫ് ദി നോർത്ത്, കിങ് ഓഫ് സൗത്ത് ആയിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരർത്ഥത്തിൽ ഇനിയുമാണ്. ഇന്ന് ചിലർ വിശ്വസിക്കുന്നു ഇനി ചൈന വീണാലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അല്ല, ഇതൊരു ഒരു ഓൾ വേൾഡ് കോൺഫെഡറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഒരു കോട്ട് വായിക്കാം. കാരണം നമ്മൾ ആ കാലഘട്ടത്തിൽ തൊട്ടടുത്താണ്, നമ്മൾ അത് കാലത്ത് വയ്ക്കാൻ പോയാണ്. അതുകൊണ്ട് ഈ കോട്ട് കൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. മാനുസ്ക്രിപ്റ്റ് റിലീസസ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുന്നുണ്ട്. കാരണം ഇത് ഡാനിയൽ 12 ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഈ കോട്ടേനെ. അപ്പോൾ നമ്മൾ വായിച്ചേ മതിയാവുള്ളൂ. ഇൻ ഇന്ത്യ, ചൈന, റഷ്യ ആൻഡ് സിറ്റീസ് ഓഫ് അമേരിക്ക, thousands of men and women are dying of starvation. The moneyed men, because they are the power, control the market. They purchase at the low rates all they can obtain, and they can sell at greatly increased prices. This means starvation to the poor classes and result in a civil war. Then there will be a time of trouble such as never was. എന്നിട്ട് പറയാൻ ഡാനിയൽ 12:1 LNG വൈറ്റയുടെ ഉദ്ദേശിച്ചിട്ട് പറയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യ, ചൈന, റഷ്യ എന്ന പോലുള്ള രാജ്യങ്ങൾ എവിടേക്കാണ്? ഇന്ത്യ, ചൈന, റഷ്യ, സിറ്റീസ് ഓഫ് അമേരിക്ക. നമ്മൾ പ്രവചനപരമായിട്ട് നമ്മൾ നോക്കേണ്ട ചില രാജ്യങ്ങൾ സംഗതി LNG വൈറ്റയുടെ എടുത്തു പറയാൻ. അവിടെ എന്തുണ്ടാവും? ഒരു സിവിൽ വാർ ഉണ്ടാവും. റെവലേഷൻ 17 അനുസരിച്ചും പേപ്പസി ഇനി വരുന്നതിന് മുൻപ് ഒരു സിവിൽ വാർ ഉണ്ടാവും. അതിനെ കടക്കുന്നില്ല. റെവലേഷൻ 17 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതിനു മുൻപ് ഒരു സിവിൽ വാർ ഉണ്ടാകും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലെഫ്റ്റ് ഒരു സെക്യുലർ ഗവൺമെന്റിൽ നിന്നും റൈറ്റ് ഗവൺമെന്റിലേക്ക് ഒരു പോക്ക് പോകണം. കാരണം ഇന്ന് നമുക്കറിയാം സ്വവർഗ വിവാഹം ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ദൈവമായിട്ട് ഒന്നുമില്ലാത്തതാണ്. പക്ഷേ ഇനി ഇതേപോലെ കാര്യങ്ങൾ കൂടും. പ്രകൃതി ദുരന്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ US എത്രത്തോളം പ്രകൃതി ദുരന്തം നടന്നു എന്നറിയാം. ക്ലൈമറ്റ് ചേഞ്ചിന് വലുതാവും, സാൻമാർഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇനി ഏറ്റവും വലിയ ഫുഡ് ക്രൈസിസ് ആണ്. അവിടെ എത്തിക്കഴിഞ്ഞു. സാധനങ്ങളുടെ വില എല്ലാം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുന്ന പ്രവാചകർ പറഞ്ഞു. നമ്മളത് കാണാൻ പോയത് നമ്മുടെ കൺമുമ്പിൽ. അതിനുശേഷമായിരിക്കും പ്രൊഫസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെഫ്റ്റ് ഗവൺമെന്റിൽ നിന്നും ഒരു റൈറ്റ് ഗവൺമെന്റിലേക്കും മതപരമായ നിയമങ്ങൾ കൊണ്ടുവരും. അതാകുന്നു ദാനിയേൽ 11 നമ്മൾ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ കൺമുമ്പിൽ നിറവേറാൻ പോകുന്നു. വി ആർ ഇൻ ദാറ്റ് ടൈം. താങ്ക് യു ജോണത്തൻ. വളരെ സമയോചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ നിങ്ങൾ രണ്ടുപേരും പറയുന്നതിനെ കുറിച്ച് ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ട് വരുമായിരുന്നു. 43rd വേഴ്സിലേക്ക് നമ്മൾ കയറുന്നു. അതിൻ്റെ അകത്തും ഈജിപ്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ഉൾപ്പെടെയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പൊ നമ്മളിപ്പോ 1989 കമ്മ്യൂണിസം വീണ ആ കാലഘട്ടം നമ്മുടെ കാലഘട്ടത്തിലേക്ക് 42nd വേഴ്സ് തൊട്ടേ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ 43rd വേഴ്സിൽ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ജോൺ? ഞാൻ വാക്യം വായിക്കാനായിരിക്കുന്നു. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെ മിസ്രൈമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബ്യരും കൂശ്യരും അവൻ്റെ അനുചാരികൾ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ എന്താണ് ആദ്യം അവന് പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെ മിസ്രൈമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. അപ്പോൾ എന്താണ് അർത്ഥം ചെയ്യുന്നത്? ഇപ്രകാരം പറയുന്നുണ്ട്. വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം 16-ഉം 17-ഉം അനുസരിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർക്ക് വിൽക്കുവാനോ വാങ്ങാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, മൃഗത്തിന്റെ മുദ്ര ഇല്ലാത്തവർക്ക് വിൽക്കുവാനോ വാങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതി ആരുടെ നേതൃത്വത്തിലാവും? പേപ്പേഴ്സിയുടെ നേതൃത്വത്തിലാവും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ വേറൊരു കൊടുത്തിട്ടുണ്ട്. ദി അതോറിറ്റി ആൻഡ് ദ പവർ ഓഫ് വാറ്റിക്കൻ വിൽ ബി സോ സ്ട്രോങ് ദാറ്റ് ഇവൻച്വലി ഇറ്റ് വിൽ കൺട്രോൾ ദി ഫിനാൻഷ്യൽ അഫെയർ ഓഫ് ഓൾ കൺട്രി. കാരണം വാറ്റിക്കൻ ബാങ്ക് ഏറ്റവും വെൽത്തിയസ്റ്റ് ബാങ്കാണ്. ആര് കാശ് കൊടുക്കുമോ അവരെ അനുസരിക്കേണ്ടതാണ് ഇന്ന് ലോകത്തിന്റെ ക്രമം എന്ന് പറയുന്നത്. ഇത് വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രവചനം അത് പറയുന്നു. യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം നമുക്കത് പഠിപ്പിച്ചു തരുന്നു. അപ്രകാരം തന്നെ ഒരു സാമ്പത്തിക മാന്ദ്യം നമ്മൾ കടക്കും. അപ്പോൾ പേപ്പേഴ്സിക്ക് ഇതിന്റെ മേൽ എല്ലാം ഒരു കൺട്രോള് ഉണ്ടാകും. ഇനി നമ്മൾ ഈ വാക്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. മിസ്രൈമിലെ മനോഹര വസ്തുക്കളെ ആവശ്യമാക്കും. അപ്പം മിസ്രൈമിന് വീഴ്ച സംഭവിക്കും. അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം, ലൂബിയരും കൂഷ്യരും അവന്റെ അനുചാരികൾ ആയിരിക്കും. എന്താണ് ഇത് കാണിക്കുന്നത്? ഓക്കെ, എത്യോപ്യൻസ് ആൻഡ് ലിബിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യെരമ്യാ പ്രവചനം 46-ാം അധ്യായം 9-10. യെരമ്യാവ് 46-ന്റെ 9-10. കുതിരകളെ കുതിച്ചു ചാടുവിൻ രഥങ്ങളെ, മുറുകി ഓടുവിൻ വീരന്മാർ പുറപ്പെട്ട പരിച പിടിച്ചിരുന്ന കൂശ്യരും പൂത്യരും. അതേ രണ്ട് സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. വില്ലെടുത്ത് കൊലിക്കുന്ന ലൂതിയരും കൂടെ ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു. വാൾ വേണ്ടുവോളം തിന്നുകയും അവിടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്ത് വടക്ക് ഫ്രാത്ത് നദീതീരത്ത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് ഒരു ഹനനയാഗമുണ്ടല്ലോ. അപ്പോൾ ഈ തിരുവചനം അനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ ശത്രുവാണ് കൂശ്യരും പൂത്യരും, അല്ലെങ്കിൽ നമ്മൾ വായിച്ച രണ്ട് ദേശങ്ങൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിബിയൻസ് ആൻഡ് എത്യോപ്യൻസ് ആരായിരുന്നു? അവരുടെ ശത്രുക്കളായിരുന്നു. ഈ ലിബിയയും എത്യോപ്യ എന്ന രാജ്യങ്ങൾ പ്രീഡോമിനൻ്റ്ലി ഒരു മുസ്ലിം കൺട്രീസാണ്. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് ഇത് അർത്ഥം വയ്ക്കുന്നത്? ആൻഷ്യൻലി, പുരാതന കാലത്ത് ലിബിയൻസ് ആൻഡ് എത്യോപ്യൻസ് വേ ബ്ലഡ് ബ്രദേഴ്സ് ടു ഈജിപ്ത്. മിസ്രൈമിന്റെ സഹോദര രാജ്യങ്ങളായിരുന്നു. ആൻഡ് ദ 3 countries were colonized by the descent of ഹാം. ഹാമിന്റെ വംശപാരമ്പര്യത്തിലുള്ളവരായിരുന്നു ഈ 3 ദേശങ്ങളും ഉള്ളത്. ഈജിപ്ത്, ലിബിയ ആൻഡ് എത്യോപ്യ ജനറലി കോൺഫിഡറേറ്റഡ് ടുഗദർ ഇൻ ദ ബാറ്റിൽ അഗൈൻസ്റ്റ് ദ കിങ് ഓഫ് ദി നോർത്ത്. പുരാതന കാലത്ത് ഈജിപ്തും മിസ്രൈമും ലൂതിയരും കൂശ്യരും അവർ 3 പേരും ഒത്തുചേർന്നാണ് ബാബിലോണിനെതിരെ, വടക്കേ ദേശത്തിനെതിരെ പോരാടിയത്. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ആസ് ബാബിലോൺ ഓവർ ദിസ് 3 powers, so the great Babylon today will overcome the confederated atheistic forces of the world. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ബാബിലോൺ, ആത്മീയ ബാബിലോൺ ഈ ഭൂമിയിലുള്ള സെക്യുലർ അല്ലെങ്കിൽ നിരീശ്വരവാദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റും. അതാണ് അവരുടെ they will be at full step. ഓക്കെ, എന്നാണ് ഇംഗ്ലീഷ് നമ്മൾ വായിച്ചത്. അവരെല്ലാം അവരുടെ വശത്തേക്കാക്കും, അവരെ പരാജയപ്പെടുത്തും, സെക്യുലറിസം കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കും. ബാബിലോൺസ് വെപ്പൺ ഓഫ് കോൺക്വസ്റ്റ് വിൽ ബി ബൈ റിലീജിയസ് ഡിസെപ്ഷൻ ആൻഡ് എക്കണോമിക് ബോയ്ക്കോട്ട്. അത് അവർ എപ്രകാരം നേടും? മതപരമായ വഞ്ചനയും അതേപോലെ സാമ്പത്തിക ബഹിഷ്കരണം. ഓക്കെ, റിലീജിയസ് ഡിസെപ്ഷൻ, എക്കണോമിക് ബോയ്ക്കോട്ട്. ഞാൻ ആവർത്തിക്കുന്നു, മതപരമായ വഞ്ചനയും സാമ്പത്തികമായ ബഹിഷ്കരണം. ഇത് രണ്ടിലും കൂടി എല്ലാവരെയും അവർ പരാജയപ്പെടുത്തും. താങ്ക് യു ജോണത്തൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും സൂചന ഉണ്ടോ? എക്കണോമിക് ബോയ്ക്കോട്ട് എങ്ങനെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? എക്കണോമിക് ബോയ്ക്കോട്ട്, സാമ്പത്തിക ബഹിഷ്കരണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നു ഈ കാര്യം. നമുക്ക് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? പുഴുവരിക്കും. എന്തിന്? പൊന്നിനും. ഇതെല്ലാം സാമ്പത്തികമായിട്ടുള്ള മൂല്യം താന്നുകൊണ്ടിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ക്ഷതം നമുക്ക് സംഭവിക്കും. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ടായാൽ മാത്രമാണ് ഒരു പുതിയ സാമ്പത്തിക നയം വരുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ വാക്കെന്ന് പറയുന്നത് ഗ്രീൻ എക്കോണമിയാണ്. ഓക്കെ, ഗ്രീൻ എക്കോണമി. അത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കാർബണിനെ അന്തരീക്ഷത്തിൽ തള്ളുന്ന,
7 ദിവസവും പ്രവർത്തിക്കുന്ന ഈ ഇൻഡസ്ട്രിയെ ബഹിഷ്കരിച്ച് ഇതിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയെ കുറച്ചുകൂടി സന്തോഷിപ്പിക്കുന്ന, പ്രകൃതിയെ അനുരഞ്ജനപ്പെടുത്തുന്ന ഒരു പുതിയ ഒരു മേഖലകൾ വരണം, ഇൻഡസ്ട്രീസ് വരണം, അതേപോലെ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഇത് വരണം. കാരണം എവരാകുന്നു ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ വെൽത്തിനെ കൺട്രോൾ ചെയ്യുന്നത്? താങ്ക് യു ജോണൻ. അത് പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു കാര്യം, ആക്ച്വലി കാറ്റിൽ ഫാമിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പുറത്തുവിടുന്നു എന്നുള്ള ഒരു ന്യൂസ് ഈ അടുത്ത് വായിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഓക്കെ, താങ്ക് യു ജോണതൻ. അത് നമുക്ക് ഇനി എങ്ങനെയാണ് അൺഫോൾഡ് ചെയ്യണത് കണ്ടുവരാമെന്ന് ഞാൻ കരുതുന്നു. അത് ജേക്കബ്, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 44-ാമത്തെ വാക്യം, അതിലെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ? അപ്പൊ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്, അത് എന്താണെന്ന് ജേക്കബ് വിശദീകരിക്കുമെന്ന് വിചാരിക്കുന്നു. ടൈഡിങ്സ് ഔട്ട് ഓഫ് ദ ഈസ്റ്റ് എന്നിങ്ങനെ പറയുന്നു. അപ്പോ അതെന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വേഴ്സ് 44. ആ വാക്യത്തില് ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. But tidings out of the east and out of the north shall trouble him. Therefore he shall go forth with great fury to destroy and utterly to make away many. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഇതിൻ്റെ അത് വളരെ വ്യക്തമാണ്. എന്തോ ഒരു വർത്തമാനം കേൾക്കുന്നുണ്ട് കിഴക്ക് നിന്നും അതുപോലെ വടക്ക് നിന്നും. ഇതാണ് ഈ പാപ്പാത്തത്തിനെ വളരെയധികം പരവശനാക്കുന്നത്, അല്ലെങ്കിൽ ട്രബിൾ ചെയ്യുന്നത്. അതുകൊണ്ട് പാപ്പാത്തിന്റെ സമയം കുറവായിട്ട് മനസ്സിലായിട്ടും പൂർണ്ണ ശക്തിയോടുകൂടി നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങ് മുന്നോട്ട് പോകുന്നതായിട്ടാണ്, ക്രോധത്തോടെ പുറപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ കിഴക്ക് നിന്നുമുള്ളത് എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? യേശുവിന്റെ രണ്ടാമത്തെ വരവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്കും ഒരു ഇടിമിന്നൽ പോലെ ആയിരിക്കും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. കാരണം കിഴക്ക് എപ്പോഴും സ്വർഗരാജ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും കിഴക്ക് നിന്നും എന്തെങ്കിലും വരുമ്പോൾ അത് എപ്പോഴും സ്വർഗവുമായി ബന്ധപ്പെട്ട. നമ്മൾ വെളിപ്പാടിന്റെ 7-ാമത്തെ അധ്യായത്തിൽ കിഴക്ക് നിന്നും ഒരു ദൂതൻ വരുന്നതായിട്ടാണ് മുദ്രയിടാൻ വേണ്ടി. കാരണം സ്വർഗത്തിൽ നിന്നും വരുന്നതായിട്ട്. യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരുമ്പോഴത്തേക്ക് അതും കിഴക്ക് നിന്നും വരുന്നതായിട്ടാണ്. അപ്പോൾ ഈ യേശുവിന്റെ രണ്ടാമത്തെ വരവ് അടുക്കും തോറും ഈ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ ഇപ്പൊ നമുക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ പാപ്പാത്തത്തിന് ഇതിനേക്കാളും കൂടുതൽ അറിയാം ഇതിന്റെ പല കാര്യങ്ങളും. അവർക്ക് ഇതിനെ തിരിച്ചറിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവരുടെ ടൈം ഷോർട്ടാണ്. അതുകൊണ്ട് ഇവർ പൂർണ്ണ ശക്തിക്ക് നശിപ്പിക്കാൻ വേണ്ടി പോകും. നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബൈബിളില് വെളിപ്പാടിന്റെ പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ അവന്റെ അവസാനത്തെ വാക്യങ്ങളിൽ എന്താ പറയുന്നത്? സാത്താന് അവന്റെ സമയം വളരെ കുറവാണെന്ന് മനസ്സിലായതുകൊണ്ട് ആ സ്ത്രീക്കെതിരെ സർവ്വ ക്രോധത്തോടുകൂടി ഗ്രേറ്റ് ഫ്യൂരി എന്ന് അവിടെയും ഉപയോഗിച്ചത് ആ പോരാടാൻ വേണ്ടി ചെല്ലും. ആ പോയിന്റിന്റെ അതേ പാരലാണ് ഇവിടെ ഈ ഡാനിയലിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ വായിക്കുന്ന വാക്യവും പറയുന്നത്. നമ്മള് പൗലോസ് പറയില്ല, അവനൊരു അലറുന്ന സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ഇങ്ങനെ ആരെ കടിച്ചു കീറാൻ പറ്റുമോ നോക്കിക്കൊണ്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വളരെ സീരിയസ് ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഈ കിഴക്ക് നിന്നും യേശു വരാൻ പോകുന്നുള്ള ഒരു ന്യൂസ് ഇവർക്ക് മനസ്സിലായതിന്റെ പുറത്താണ്. ഇതിനെക്കുറിച്ച് വെളിപ്പാടിന്റെ പുസ്തകത്തിലും അവസാനം ഈ കിഴക്ക് നിന്നുള്ള രാജാവിന് വേണ്ടിയിട്ടുള്ള രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് വഴി ഒരുക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. കാരണം വെളിപാടാണ് ഇതിൻ്റെ അകത്തെ പ്രോഫസിനെ കുറിച്ച് ഓപ്പണിങ്. അപ്പൊ അതിനെക്കുറിച്ച് അത് കാണിക്കാൻ വേണ്ടി ഞാനത് ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു വേർഡ്സ് എടുക്കുക. അപ്പൊ ഇവിടെ എഴുതിക്കണം, വെളിപ്പാടിന്റെ 16-ാമത്തെ അധ്യായത്തിലുണ്ട് 6-ാമത്തവൻ, അതായത് 7 ബാധകളെ കുറിച്ചാണ് വെളിപ്പാടിന്റെ 16-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അതിൻ്റെ 6-ാമത്തെ ബാധയെ കുറിച്ച് ഇങ്ങനെ എഴുതി: 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്നും വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ പണ്ടത്തെ ബാബിലോൺ എങ്ങനെയായിരുന്നു? ബാബിലോൺ പട്ടണം, ചുറ്റും വെള്ളം, കിഴക്ക് നിന്നും കോരേഷ് വരുന്നു. ഇത് നമ്മൾ പോയിന്റ് മിസ് ചെയ്തു പോലെ. കോരേഷിനെ കുറിച്ച് ഏഷ്യാവിനെ പ്രവചിച്ചത് എന്റെ അഭിഷിക്തൻ ആയ കോരേഷ് എന്നാ പറയണത്, കിഴക്ക് നിന്നും വരുന്നത്. ആ ബാബിലോണിലെ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ ബാബിലോണിനെ ആക്രമിച്ച് ജനത്തെ വിടുവിക്കാൻ വേണ്ടിയിട്ട്. അതേ രീതിയിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വെളിപ്പാടിന്റെ 17-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ ആ സ്ത്രീ വെള്ളങ്ങളുടെ മുകളിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് വെള്ളം. മറ്റേ ബാബിലോണിന്റെ സെയിം ബാബിലോൺ, മഹദിയാൻ ബാബിലോൺ വെള്ളത്തിലിരിക്കുന്നു.
7 പാതകളിൽ 6ാമത്തെ പാതയിൽ വെക്കുമ്പോൾ ആ പണ്ട് കോരേഷ് ചെയ്ത പോലെ നദീനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന പോലെ ഇവിടെ യൂഫ്രട്ടീസ് നദീനെ തടഞ്ഞു നിർത്തുന്നു, രാജാക്കന്മാർ കിഴക്ക് നിന്നും വരുന്നു. അപ്പൊ ഇത് വരാറായി എന്നുള്ള ന്യൂസ് കിട്ടിയപ്പോ എന്താ, അവർ സർവ്വക്രോധത്തോടുകൂടി പ്രവർത്തിക്കുക. വെളിപ്പാടിന്റെ 12 അവസാനം പറയുന്ന കാര്യമാണ് ഈ ഇപ്പൊ ഞാൻ വായിച്ച ഡാനിയലിന്റെ പുസ്തകത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് എൽവിന് എങ്കിലും കണക്ഷൻ എവിടെയെങ്കിലും വിട്ടുവാണെങ്കിൽ പറയണം. അപ്പൊ ഞാൻ വീണ്ടും അതിനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു വെളിപാടും ഡാനിയലും പഠിക്കുക, നമ്മൾ ഗ്രാജുവലി ഇതിലേക്ക് സെറ്റിൽ ചെയ്യും. നമ്മൾ നമുക്ക് പതുക്കെ ഓരോ പ്രാവശ്യം വായിച്ചും നമുക്ക് പിന്നീട് ഇതിൽ ഒരു സംശയമില്ലാത്ത ലെവലിലേക്ക് ദൈവം നമ്മളെ ഇതിലേക്ക് എത്താൻ സഹായിക്കും. അതുകൊണ്ട് ഇപ്പൊ 1ാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, ഒന്നും കൂടെ എന്താണെന്ന് കേട്ട് നോക്കിയാൽ മതി. നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ കറക്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി ഞാൻ അതിന്റെ തുടരുക ആ ഒരു വാക്യത്തിന്റെ. നമ്മൾ രണ്ടാമതൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, ഉത്തര അല്ലെങ്കിൽ നോർത്ത് സൈഡിൽ നിന്നുമുള്ള ന്യൂസ് കൂടെ പറയുന്നുണ്ട്. കണ്ടോ, കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ ഫ്രോം ദ ഈസ്റ്റ്, ടൈഡിങ്സ് ഔട്ട് ഓഫ് ദ ഈസ്റ്റ് ആൻഡ് ഔട്ട് ഓഫ് ദ നോർത്ത്. അപ്പൊ നോർത്തും യേശുവിനെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു രീതിയിൽ. അതെങ്ങനെയാന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ യേശയ്യാവിന്റെ പുസ്തകത്തിന്റെ 14ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോഴത്തേക്കും ലൂസിഫർ തന്റെ മനസ്സിൽ പറയുന്നത് ഇങ്ങനെ, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും എന്നാണ് പറയുന്നത്. ഐ വിൽ സിറ്റ് ഓൾസോ അപ്പോൺ ദ മൗണ്ട് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഇൻ ദ സൈഡ്സ് ഓഫ് ദ നോർത്ത് എന്നാണ് പറയണത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഉത്തര ദിക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ദ ടേബിൾ ഓഫ് ഷൂ ബ്രെഡ്, അതായത് വചനമാവുന്ന യേശുവിനെ സൂചിപ്പിക്കുന്ന ആ ടേബിൾ ഓഫ് ഷൂ ബ്രെഡ് ഇരിക്കുന്നത്. അപ്പോൾ അതും യേശുവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ യേശുവിന്റെ ആ ഒരു സ്വർഗത്തിലെ പൊസിഷനെ ഡിസ്പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിലൂടെ ഒരു അട്ടിമറി നടത്തി കയറി ഭരിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ സാത്താൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ യേശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഈ ഉത്തര ദിക്കിന്റെ കോൺഗ്രിഗേഷനെ റൂൾ ചെയ്യണത് അവിടെ നിന്നോ. അപ്പൊ ആ ദൈവത്തിന്റെ എന്താണ് സൈന്യമായ ദൈവത്തിന്റെ ദൂതന്മാരുടെ ആ ഗണത്തിന്റെ മുകളിൽ ഇരുന്ന് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് സാത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തര ദിക്കിൽ മേൽ അരുളുന്ന് സാത്താൻ അവിടെ പറയുന്നത്. അങ്ങനെയാണ് ഈ കിഴക്കും ഉത്തരവും ഒക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈസ്റ്റ് നോർത്തും ഒക്കെ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് യേശുവിന്റെ ആ 2ാമത്തെ വരവിന്റെ ആ ന്യൂസ് അടുക്കും തോറും അത് വളരെയധികം പാപ്പത്വത്തിന് ട്രബിൾ ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് പാപ്പാത്തം ഈ ഒരു ന്യൂസിൽ ട്രബിൾഡ് ആകുമ്പോഴത്തേക്കും ആണ് ശരിക്കും പറഞ്ഞാൽ പാപ്പാത്തം ഈ ജനത്തിനെതിരെ കൂടുതൽ ശക്തമായിട്ട് പോരാടുകയും അതിന്റെ ചില മൂവ്മെന്റ്സ് ആണ് നമ്മൾ ശരിക്കും ഇപ്പൊ ജോണത്തൻ ഒത്തിരി ഫാക്ട്സ് നമ്മളുമായി ഷെയർ ചെയ്തു. ഇപ്പൊ ഗ്രീൻ സാബത്തിനെ കുറിച്ചും ഇങ്ങനെ പല ക്ലൈമറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇവരിപ്പോ നമ്മളിപ്പോ ഭയങ്കര സ്പീഡ് പോകണം. ശരിക്കും പല കാര്യങ്ങളും എന്താ നമുക്ക് പോലും പിടിയിടുന്നത്, നമ്മളങ്ങ് വിശ്വസിക്കുക. ഇപ്പൊ തന്നെ ഞാനൊരു സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. എല്ലാവരും ഇലക്ട്രിക് കാർസിലേക്ക് സ്വിച്ച് ചെയ്യിപ്പിക്കുക അല്ലെ, ഗ്രീൻ ഹൗസ് എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടി. നമ്മൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം ഇലക്ട്രിസിറ്റി എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാം? നോൺ ഗ്രീൻ സോഴ്സസ് ചെയ്യുന്ന കോൾ പോലത്തെ ബേസിക് ഫിസിക്സ് ആണ്. ഞാൻ ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വരുന്നതാണ്. നമ്മൾ ഒരു എനർജി ഒരു ഫോമിൽ നിന്ന് അടുത്തതിലേക്ക് കൺവേർട്ട് ചെയ്യും, എപ്പോഴും അവിടെ എഫിഷ്യൻസിയുടെ ലോസ് ആണ്. വീണ്ടും അടുത്ത ഫോമിലേക്ക് കൺവേർട്ട് വീണ്ടും എഫിഷ്യൻസിയുടെ ലോസ് ആണ്. നമ്മളിപ്പോ എന്ത് ചെയ്യണത്, കോളിൽ നിന്ന് അതിനെ സ്റ്റീം ആക്കി ചൂടാക്കി ഇലക്ട്രിസിറ്റി ആക്കി, എന്നിട്ട് ആ ഇലക്ട്രിസിറ്റിനെ നമ്മൾ വീണ്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫോഴ്സിലേക്ക് ആക്കുമ്പോൾ 2 കൺവേർഷൻ ഇടയിൽ നിൽക്കുക. ഇതിന്റെ ഇടയിൽ കോൾ എന്നുള്ളത് ഒരു ഗ്രീൻ സാധനമേ അല്ല, പെട്രോളത്തിനേക്കാളും പൊള്യൂട്ട് ചെയ്യുന്ന ഒരു സാധനം. പക്ഷെ നമ്മൾ അവസാനം അതിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയ ഇലക്ട്രിക് കാർ എങ്ങനെയോ നമ്മളെ സേവ് ചെയ്യുന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ ഇലക്ട്രിസിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യുക. ഇപ്പോ ഒരു ന്യൂക്ലിയർ സോഴ്സ് അല്ലെങ്കിൽ സോളാർ എനർജി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് കാർ ഓടിക്കുകയാണെങ്കിൽ സംഭവിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാവരും കൂടെ ഗ്രീൻ ആക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതിന്റെ കണക്ഷൻസ് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇത് വെറുതെ റാപ്പിഡ്ലി ഇങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ പോലെ റൺ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിത് ഒരിക്കലും ദൈവം എനിക്ക് അരുളി ചെയ്ത സാധനമൊന്നും അങ്ങനെയൊന്നും അല്ല പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇത് കാണുന്ന പലപ്പോഴും ഇതിനകത്ത് പല കാര്യങ്ങളും ഇതിനെന്താ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ മൂവ്മെന്റ്സ് നടക്കണമെന്നും ഇതിന്റെയൊക്കെ പുറയിൽ ഒരു പക്ഷെ ഉദ്ദേശങ്ങൾ വേറേതാവാം. നമ്മൾ ഇതാണെന്ന് ഞാൻ തർപ്പിച്ചു പറയുന്നത്. പക്ഷെ എന്തിനാ ഇവർ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഗ്ലോബൽ എക്കണോമിനെ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നത്, ഗ്ലോബൽ ക്ലൈമറ്റ് കൺട്രോളിന്റെ പേരിൽ ഇത്രയും വ്യഗ്രത കാണിക്കുന്നത്? ചിലപ്പോൾ ഇതെല്ലാം ഒരു നല്ല ഉദ്ദേശം, പക്ഷെ ഐ ഡൗട്ട്. കാരണം പാപ്പാത്തത്തിന്റെ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്ക് അവര് എന്നും
കുതന്ത്രങ്ങളാൽ പല കാര്യങ്ങൾ മെനെടുത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ഇങ്ങനത്തെ നീക്കങ്ങളൊക്കെ എന്തുകൊണ്ട് അവർ ഇപ്പൊ ഫാസ്റ്റ് അപ്പ് ചെയ്യുന്നത് കാരണം വെച്ചാൽ അവർക്കറിയാം യേശുവിന് രണ്ടാമത്തെ വരെ വളരെ അടുത്ത്. കാരണം അവരുടെ മുമ്പിൽ അവർക്കെല്ലാം കാണാം. 1790 അന്ത്യകാലം തുടങ്ങി, അതിനുശേഷം അഡ്വന്റിസ്റ്റ് ചർച്ച് ദേ വന്നിരിക്കുന്നു, അവർ 3 ഏഞ്ചൽസ് മെസ്സേജ് പ്രീച്ച് ചെയ്യണം, ലാറ്റർ റെയിൻ ദേ വരാൻ പോകുന്നു, ആൾക്കാർ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് സാത്താനെ. കാരണം സാത്താന് നമ്മളെക്കാരും നന്നായിട്ട് ഡേറ്റ ഉണ്ട് ഇതിനെക്കുറിച്ച്. അപ്പൊ അവർ മറുവശവും അതിനനുസരിച്ച് ഫാസ്റ്റനപ്പ് ചെയ്ത് അങ്ങ് പോകുന്നതാണ്. അതാണ് ഇതിന്റെ ഒരു പോയിന്റ്. റൈറ്റ്, താങ്ക് യു ജേക്കബ്. ആക്ച്വലി ഈ ഒരു എപ്പിസോഡ് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചു. വീണ്ടും വീണ്ടും കേട്ടാലേ ചിലപ്പോൾ പലർക്കും, എനിക്ക് ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയൊക്കെയാണ് പലരും തോന്നുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. ഞാൻ ജേക്കബ് പറയുമ്പോൾ ആലോചിക്കുമായിരുന്നു, കേരളത്തിലാണെന്ന് തോന്നുന്നു 10% ഇൻക്രീസ് ഇൻ ഇലക്ട്രിസിറ്റി ബിൽസ് ആയി കഴിഞ്ഞിരിക്കുക. ഇത് എല്ലാവരും അവരുടെ കൺട്രോളിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് എന്നുള്ളതിന്റെ കാര്യം ഏകദേശം ഷുവറാണ്. ജോണത്തൻ 45th വേഴ്സ്, അവസാനത്തെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ വാക്യം, നമ്മളിപ്പോ സീരിയസ് ആയിട്ട് നമ്മളുടെ റിയൽ ടൈം കാര്യങ്ങൾ നടക്കുന്നതിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് ഈ വേഴ്സസ്. എന്താണ് ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ വാക്യം എന്ന് നമുക്ക് കണ്ടെത്തി? ഞാനെൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നുണ്ട്, ഈ ഭാഗത്തിലേക്ക് കടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് 40 മുതൽ 45 ഞാൻ ഒന്നും കൂടി പെട്ടെന്ന് ഞാൻ സമ്മറൈസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ദാനിയേൽ 1 മുതൽ 6 എങ്ങനെയാണ് ഇവിടെ നിറവേറുന്നത്. ഓക്കെ, അതാണ് ഞാൻ നിങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, വടക്കേ ദേശത്തിൻ്റെ രാജാവിനെതിരെ തെക്കേ ദേശം ആക്രമിക്കും എന്ന് പറയുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ബാബിലോൺ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ആദ്യം ആക്രമിച്ച ആരാണ്? മിസ്രൈം ആയിരുന്നു. മിസ്രൈം എന്ത് ചെയ്യുന്നു? ബാബിലോൺ ആക്രമിക്കുന്നു. അതിനുശേഷം ബാബിലോൺ മിസ്രൈമിനെ ആക്രമിക്കുന്നു. അതിനുശേഷമാണ് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അവർ മനോഹര ദേശത്തേക്ക് കടക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്തോ പ്രധാനപ്പെട്ട സംഭവം നമ്മൾ കണ്ടത്, തെക്ക് നിന്നും ഫ്രം ദി ഉത്തരദിക്കിൽ നിന്നും കിഴക്ക് നിന്നുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവേശനായി. നെബൂഖദ്നേസർ രാജാവ് എന്തെങ്കിലും കേട്ടിട്ട് പരവേശനായോ? തീർച്ചയായിട്ടും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. ആ സ്വപ്നം ദാനിയേൽ ദൈവത്തിന്റെ ദാസൻ അത് വിവരിച്ചു കൊടുത്തു. ആ വിവരണത്തിൽ എന്തായിരുന്നു? ബാബിലോൺ എന്നൊന്നും നിൽക്കത്തില്ല, ബാബിലോണിന് ശേഷം വേറൊരു സാമ്രാജ്യം വരും. അത് ഏതാണ്? മേദ്യോ പാർശ്യ സാമ്രാജ്യം. ശ്രദ്ധിക്കണം, ഏത് സാമ്രാജ്യമാണ്? മേദ്യരും പാർസിയും. ഓക്കെ, ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മേദ്യർ എവിടെ നിന്ന് വരുന്നു, പാർസികൾ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. മേദ്യർ വരുന്നത് ഉത്തരദിക്കിൽ നിന്നും, പാർസികൾ വരുന്നത് കിഴക്ക് നിന്നുമാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, മേദ്യർ എന്ന സാമ്രാജ്യം ഉത്തരദിക്കിൽ നിന്നും, പാർസി എന്ന സാമ്രാജ്യം കിഴക്ക് ദിക്കിൽ നിന്നുമാണ്. ആ വർത്തമാനം ദാനിയേൽ പ്രവാചകനിൽ കൂടി പ്രവചിച്ച സമയത്ത് ആര് പരവേശനായി? നെബൂഖദ്നേസർ രാജാവ് പരവേശനായി. അതാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതേപോലെ ഏത് ദൂതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ട് ഈ യഥാർത്ഥ ഇപ്പോഴത്തെ നെബൂഖദ്നേസർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാപ്പാത്തം സമാധാനം നഷ്ടപ്പെടുന്നത് ത്രിവിധ ദൂതുകൾ. കാരണം കിഴക്കെന്ന് പറയുന്നത് ക്രിസ്തുവിന് 2-ാം വരുന്ന ദൂതാണ്, കിഴക്കെന്ന് പറഞ്ഞാൽ അല്ലേ. അതേപോലെ ഉത്തരദിക്ക്, ബ്രദർ ജേക്കബ് ഒരു വാക്യം വായിച്ചു, ഞാൻ അതിനോട് ഒരു വാക്യോട് കൂട്ടിച്ചേർക്കുന്നു. സങ്കീർത്തനം 48:2. സങ്കീർത്തനം 48:2. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. അപ്പോൾ ഉത്തരദിക്കിൽ എന്താണുള്ളത്? ദൈവത്തിന്റെ നഗരം. ദൈവത്തിന്റെ നഗരത്തിൽ എന്തുണ്ട്? സമാഗമന കൂടാരം. അപ്പോൾ ഏത് ദൂതാണ്? ക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള ദൂതും സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള ദൂതുമാണ് നെബൂഖദ്നേസറിനെ, ഇപ്പോഴത്തെ നെബൂഖദ്നേസർ പാപ്പാത്തത്തിന് സമാധാനം കെടുത്തുന്നത്. അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ത്രിവിധ ദൂത്, ദ 3 ഏഞ്ചൽ മെസ്സേജ്. നമ്മുടെ സഭ ഈ ദൂത് ശക്തമായിട്ട് പ്രസംഗിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ്, ഇപ്പോഴത്തെ നെബൂഖദ്നേസർ പാപ്പാത്തത്തിന് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നെബൂഖദ്നേസർ രാജാവ് എന്ത് ചെയ്തു? ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം ഒരു വലിയ വിഗ്രഹം നിർത്തി. അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ആ വാക്യത്തിലേക്ക് കടക്കാം. ദാനിയേൽ 11:45. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. ക്ഷമിക്കണം, മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും, ആരും രക്ഷിക്കില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? വിശുദ്ധ പർവ്വതത്തിനും സമുദ്രത്തിനും മധ്യേ അവനൊരു മണിപ്പന്തലിടും. അതാണ് ഓക്കെ. പാലസ് ഓഫ് ടാബർനാക്കിൾ എന്നാണ് പറയുന്നത്. ടാബർനാക്കിൾ എന്നാണ് വർഷിപ്പാണ്. ദാനിയേൽ 3 നെബൂഖദ്നേസർ എന്ത് ചെയ്തു? ഒരു വിഗ്രഹം വെച്ചിട്ട് അതിനെ
ആരാധിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട്? കിഴക്ക് നിന്നും പടിഞ്ഞാറ് വർത്തമാനങ്ങൾ അവൻ പരവശനായതുകൊണ്ട്. അപ്പൊ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കയറാം. ടാബർനാക്കിൾ എന്ന വാക്കെന്ന് പറയുന്നത് റിലീജിയസ് സർവീസ് ഓഫ് പവർ എന്നാണ്. അപ്പൊ ഇതിനെ വടക്കേ ദേശത്തെ രാജാവിന് ഒരു മതപരമായ ശക്തി എന്ന അർത്ഥത്തിൽ ഇത് കൊടുക്കുന്നു. ഇനി പാലസ് എന്ന വാക്ക് അല്ലെങ്കിൽ കൊട്ടാരം എന്ന വാക്ക് നമുക്ക് മലയാളത്തിൽ മണിപ്പന്തൽ എന്നാണ്, യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പാലസ് ഓഫ് ടാബർനാക്കിൾ എന്നാണ്. അതുകൊണ്ട് അപ്പോൾ പാലസ് എന്ന് പറയുന്നത് കൊട്ടാരമാണ്. അപ്പോൾ അതൊരു സിവിൽ പവറാണ്. അപ്പോൾ മണിപ്പന്തൽ, പാലസ് ഓഫ് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത് ചർച്ചും സ്റ്റേറ്റും അവസാനം ഒന്നിക്കുന്നു. ഇത് തന്നെയാണ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇരുമ്പും കളിമണ്ണും കൂടി ഒരുമിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? ഒരു വേറൊരു വർഷിപ്പ് സിസ്റ്റം ഇവരെ സ്ഥാപിക്കുകയാണ്. ഇനി അത് എവിടെയാണ് സ്ഥാപിക്കുന്നത്? അതിനാണ് ഇനി കൂടുതൽ പ്രാധാന്യം, അല്ലേ? ക്ഷമിക്കണം, ഒരു നിമിഷം. ഓക്കെ, അപ്പോൾ മധ്യ എന്ന് പറയുന്നു. അപ്പോൾ പാപ്പാത്വം എന്താണ് ചെയ്തത്? ഇരുണ്ട കാലയുഗത്തിൽ അവർ ചെയ്തതെന്ന് പറയുന്നത് ജനത്തിന്റെ മനസ്സിൽ നിന്നും സമാഗമന കൂടാരത്തെ എടുത്തു മാറ്റി. അത് നമ്മൾ ദാനിയേൽ 8-9 വായിച്ചത്. സ്വർഗത്തിലെ സത്യത നിലത്ത് തള്ളിയിട്ടു എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള നിലത്ത് തള്ളിയിട്ട് സമാഗമന കൂടാരത്തെ കുറിച്ചാണ്. അതാണ് അവർ അന്ന് ചെയ്തത്. അതേപോലെ ഇനി ഇവിടെ വരാൻ പോകുന്ന സമയത്തും അവർ ചെയ്യാൻ പോകുന്നത് സമാഗമന കൂടാരത്തിന്റെയും ജനത്തിന്റെയും ഹൃദയത്തിന്റെ മധ്യ അവർ തടസ്സം സൃഷ്ടിക്കും. ഓക്കെ, കടൽ എന്ന് കാണിക്കുന്നത് സമുദ്രത്തിന്റെ മധ്യം അല്ലേ? സമുദ്രം എന്താണ്? വെളിപ്പാട് പ്രവചനം അനുസരിച്ച് 17:15 ജനസമൂഹമാണ്. ഇനി പർവ്വതം, വിശുദ്ധ പർവ്വതം, ഞാൻ നേരത്തെ വായിച്ച സങ്കീർത്തനം 48:2 പോലെ ദൈവത്തിന്റെ നഗരമാണ്. ദൈവത്തിന്റെ നഗരത്തിൽ എന്തുണ്ട്? സമാഗമന കൂടാരമുണ്ട്. അപ്പോൾ ജനത്തിനും സമാഗമന കൂടാരത്തിന്റെ മധ്യേ എന്ത് ചെയ്യുന്നു? അവൻ വേറൊരു കാര്യം കൊണ്ടുവരുന്നത് എന്താണ്? പാലസ് ഓഫ് കോൺഗ്രിഗേഷൻ, അല്ലെങ്കിൽ ഒരു ഫാൾസ് സിസ്റ്റം ഓഫ് വർഷിപ്പ്. ഓക്കെ, തെറ്റായിട്ടുള്ള ഒരു ആരാധനക്രമം അത് ഈ പാപ്പാത്വ ശക്തി അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരും. ഇനി ഞാൻ ഒരു കോട്ടാണ് ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ദി ഗ്ലോറിയസ് ഹോളി മൗണ്ടൻ മേ ആൾസോ ബി അണ്ടർസ്റ്റുഡ് ആസ് റെഫറിങ് ടു ദ ക്രൈസ്റ്റ് ഇന്റർസെസറി വൺ. ഈ വിശുദ്ധ പർവ്വതം എന്താണ്? ക്രിസ്തുവിന്റെ മധ്യസ്ഥ ശുശ്രൂഷയാണ്. ദി അപ്പോസ്റ്റലിക് റിലീജിയൻ പവർ വിൽ ട്രൈ ടു ഇന്റർസെപ്റ്റ് ദി മെസ്സേജ് ഓഫ് ദി എഫിക്കസി ഓഫ് ദി ക്രൈസ്റ്റ് ഹൈ പ്രീസ്റ്റ്ലി വർക്ക് ഇൻ ദി ഹവർ ഓഫ് ജഡ്ജ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യും? ഈ തെറ്റായിട്ടുള്ള മതശക്തി എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിന്റെ മധ്യസ്ഥ ശുശ്രൂഷയെ ജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് തടസ്സപ്പെടുത്തും. Thus he will place the tent, his system of worship of his kingdom between the sea, the people and the glorious soul bound, the place of Christ meditation. തെറ്റായിട്ടുള്ള ആരാധനക്രമം കൊണ്ട്, വേറെ രീതിയിൽ ദൈവം പറയാത്തൊരു ആരാധനക്രമം കൊണ്ട് ക്രിസ്തുവിൽ നിന്നുമുള്ള അവരുടെ കണക്ഷനെ അവർ അവസാനിപ്പിക്കും. അത് എപ്രകാരമാണ് ചെയ്യുന്നത്? സൺഡേ ലോ, ഞായറാഴ്ച നിയമം വഴി. അതാകുന്നു ദി ചർച്ച് ആൻഡ് സ്റ്റേറ്റ് യൂണിയൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ ഉൾപ്പെടുന്നത് പിശാച് ക്രിസ്തു രൂപത്തിൽ വരുന്നത്. അതെല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ആളുകളിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ മണിപ്പന്തൽ തെറ്റായിട്ടുള്ള ആരാധനയാണ്. അത് അവർ എപ്രകാരം ചെയ്യുകയാണ്? കാരണം ഉൽപ്പത്തിയിൽ നോക്കുകയാണെങ്കിൽ 2 ആരാധനകളുണ്ടായതുള്ളൂ. ഒന്ന് കെയിനും ഒന്ന് ആബേലും. ദൈവം പറഞ്ഞ പോലെ ആരാധിച്ച ആബേൽ, ദൈവം പറയാത്ത രീതിയിൽ ആരാധിച്ച കെയിൻ. ദൈവവുമായിട്ടുള്ള കണക്ഷൻ അവിടെ കട്ടാവുന്നു. അതേപോലെ സമാഗമന കൂടാരത്തിൽ നിന്ന് മനുഷ്യനെ തടസ്സപ്പെടുത്താൻ എന്ത് ചെയ്യുന്നു? തെറ്റായിട്ടുള്ള ഒരു ആരാധനക്രമം കൊണ്ടുവരുന്നു. ആ വാക്യം അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ഹി ഷാൽ കം ടു ഹിസ് എൻഡ്, നൺ ഷാൽ ഹെൽപ്പ് ഹിം. കാരണം വെളിപ്പാട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 10 കൊമ്പ് എന്ത് ചെയ്യുന്നു? അവളെ സപ്പോർട്ട് ചെയ്താണ് ബാബിലോൺ, മഹദിയ ബാബിലോൺ. പക്ഷെ പിന്നെ അവളെ വെറുത്ത് അവളുടെ മാംസം തിന്നുകളയുമെന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ സപ്പോർട്ട് നഷ്ടപ്പെടുന്നു. അവളുടെ സപ്പോർട്ടെല്ലാം നഷ്ടപ്പെടുന്നു. അനുസരിച്ച് ദൈവത്തിന് ന്യായവിധി വരുന്നു. ഇതാകുന്നു നമുക്ക് ദാനിയേൽ 11:45 കാണുന്നു. ഞാൻ ഏറ്റവും കോൺസൈസ് ആയിട്ട് പറഞ്ഞതാണ്, സമയം കൂടെ എടുക്കാതിരിക്കും. താങ്ക് യു ബ്രദർ ജോണത്തൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ചുരുക്കത്തിലാണ്, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുകയാണ്. ജേക്കബ്, നമുക്ക് 2 ചോദ്യങ്ങളും കൂടെ ചേർന്നാണ് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മള് വേഴ്സ് 45 വരെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 11th ചാപ്റ്ററിന്റെ അവസാനത്തെ വാക്യം വരെ പഠിച്ചു. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ 12ാമത്തെ അധ്യായത്തിന്റെ
ഒന്നാമത്തെ വാക്യം ശരിക്കും ഇതിന്റെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു എന്നുള്ളതൊക്കെ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇരിക്കണ്ടായിരുന്നു എന്നൊക്കെ വായിച്ച് അല്ലെങ്കിൽ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? മിഖായേൽ എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതായത് നമ്മുടെ കൃപയുടെ കാലം അടയുന്നതിന്റെ ഒരു ആസ്പെക്ട്. ഇതെങ്ങനെയാണ് ഈ ടൈം ലൈൻസ് ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യോ? 45 അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നതായിട്ടൊക്കെയാണോ ഇത് മനസ്സിലാക്കുന്നത്? എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ സ്ലൈഡ് ഒന്ന് അതിന് വേണ്ടി തുറക്കാം. ചെറുതായിട്ട് എന്റെ കമ്പ്യൂട്ടർ ഒന്ന് സ്റ്റക്കായി എൻ്റെ ഇടയിൽ. ഓക്കെ, അത് പിടികിട്ടി. അപ്പൊ ഞാൻ അതിനു വേണ്ടി വായിക്കാൻ പോവുകയാണ്. എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തോണ്ട്. ഡാനിയലിന്റെ പുസ്തകത്തിന്റെ എൽവിന്റെ സംശയം എന്നുള്ളത് ഡാനിയലിന്റെ പുസ്തകത്തിന്റെ 12ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ വാക്യം, അത് ഇതിന്റെ തുടർച്ചയായിട്ടാണോ മിഖായേൽ എഴുന്നേൽക്കുന്നതിനെ കുറിച്ചുള്ളത്, അതിന്റെ തുടർച്ചയായിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം, അല്ലെങ്കിൽ അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. നമ്മുടെ ബേസിക് സംശയം ഈ 11ാമത്തെ അധ്യായത്തിന്റെ തുടർച്ചയാണോ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡൗട്ട്. പിന്നെയാണ് അതിന്റെ ഒരു ഓർഡർ ഓഫ് ഇവന്റ്സിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആ കാലത്ത് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഷാൽ മൈക്കിൾ സ്റ്റാൻഡ് അപ്പ്. ഈ അറ്റ് ദാറ്റ് ടൈം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവണം, അല്ലെ? ഇപ്പൊ വെറുതെ ആരെങ്കിലും, ഇപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പോ ഓരോ സ്ഥലത്തേക്ക് കയറി ചെന്നിട്ട് പെട്ടെന്ന് ഒരു പ്രസംഗം തുടങ്ങാം, ആ കാലത്ത് എന്ന് പറഞ്ഞാൽ തുടങ്ങിയ ആ പ്രസംഗത്തിന് ഒരു അർത്ഥമില്ല, കാരണം അവിടെ ഒരു കോണ്ടെക്സ്റ്റ് വരുന്നില്ല. പക്ഷെ ഞാൻ പറയാം, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഓഗസ്റ്റ് 11-ാം തീയതി. അതിനുശേഷം ഇന്ത്യ ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യം പടുത്തുയർത്താൻ വേണ്ടി ഇന്ത്യ തുടങ്ങി. ആ കാലത്ത് ഗാന്ധിജി എന്ന ഒരു നേതാവ് നാഥുറാം ഗോഡ്സെയാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വന്നു. അതേപോലെ ഇവിടെ ആ കാലത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പെട്ടെന്ന് വരുന്നില്ല. നമ്മൾ 12ാമത്തെ അധ്യായത്തിനെ വെറുതെ അങ്ങ് എടുക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ 11ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ തുടർന്ന് ഇതിനെ വായിക്കുമ്പോഴത്തേക്കും ഇതിനൊരു ബ്യൂട്ടിഫുൾ കോണ്ടെക്സ്റ്റാണ്. അതെന്താണെന്നാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ 11ാമത്തെ അധ്യായത്തിന്റെ 44ാമത്തെ വാക്യം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ യേശുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ള ആ ഒരു ആ ശ്രുതികൾ കേട്ടു തുടങ്ങുമ്പോൾ തൊട്ട് പാപ്പാത്തൻ വളരെയധികം ക്രോധത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങും. അതെങ്ങനെയാണ്? നേരത്തെ ജോണത്തെ പറഞ്ഞ പോലെ 3 ഏഞ്ചൽസ് മെസ്സേജസ് നമ്മുടെ സഭ പ്രീച്ച് ചെയ്യുമ്പോൾ, യേശുവിന്റെ 2ാമത്തെ വരവിന്റെ അടയാളങ്ങൾ അടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാപ്പാത്തന് മനസ്സിലാവും ഇത് യേശുവിന്റെ 2ാമത്തെ ഇത് കിഴക്ക് നിന്നുമുള്ള ആ വരവിന് സമയമായി, രാജാവിന്റെ വരവിന് സമയമായി. അതുപോലെ തന്നെ നമ്മൾ അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ സഭ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ലൗഡ് ക്രൈ അല്ലെ വലിയ ആർപ്പുവിളിയിലേക്ക് ആ 3 ഏഞ്ചൽസ് മെസ്സേജിന്റെ പ്രീച്ചിങ്ങിനെ കൊണ്ടുപോകും. അതായത് ഇപ്പൊ നമ്മൾ പ്രീച്ച് ചെയ്യുന്ന ലെവലിലല്ല, വളരെ പവർഫുൾ ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ പിന്മഴയുടെ ശക്തിയാൽ നമ്മൾ പ്രീച്ച് ചെയ്യുമ്പോൾ ആ ലോകം എമ്പാടും, അല്ലെങ്കിൽ ഹോൾ ലൈറ്റ് വിൽ ബി ലൈറ്റൻഡ് വിത്ത് ഹിസ് ഗ്ലോറി എന്ന 18ാമത്തെ അധ്യായത്തിൽ വെളിപ്പാടിന്റെ 1ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് 18ന്റെ 1ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആ വീണ്ടും ഒരു ദൂതൻ വരികയും ആ 3 ഏഞ്ചൽസ് മെസ്സേജിന്റെ ആ ദൂതുകളെ വീണ്ടും സർവശക്തിയോടുകൂടി ലോകം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ, ലോകം മുഴുവൻ പ്രകാശിക്കുന്ന രീതിയിൽ വീണ്ടും പ്രീച്ച് ചെയ്യുകയും ചെയ്തു. ഇത് പാപ്പാത്തത്തിനെ ഭയങ്കരമായിട്ട് ട്രബിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോഴാണ് പാപ്പാത്തം ഇതിനെ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. അപ്പൊ അതിലേക്ക് വരുന്നത് എങ്ങനെയാന്നുള്ളത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ 44ാമത്തെ വാക്യത്തിൽ വായിച്ചു, ഇത് പാപ്പാത്തത്തിനെ ഭയങ്കര ട്രബിൾ ചെയ്തു. ഈ കിഴക്കുന്ന യേശുവിന്റെ വരവ് എടുക്കാറെ ഇവർ ഈ ദൂത് പ്രസംഗിക്കുന്ന കണ്ടപ്പോൾ. 45ാമത്തെ വാക്യമാണ് അടുത്തത്. ഇപ്പൊ നേരത്തെ ജോണത്തൻ വായിച്ച ഭാഗമാണ്. പിന്നെ അവൻ സമുദ്രത്തിന് മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിന് മധ്യേ മണിപ്പന്തൽ ഇടും. And he shall plant the tabernacles of his palace between the seas and the glorious holy mountain. ജോണത്തൻ അതിനെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതേ കാര്യം തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ആവർത്തിക്കുന്നേ ഉള്ളൂ. ഇവിടെ ടാബർനാക്കിൾസ് ഓഫ് ഹിസ് പാലസ് എന്ന് ഉപയോഗിക്കുന്നത്. ബൈബിളിൽ എപ്പോഴും ടാബർനാക്കിൾ സെപ്പറേറ്റ് ആണ്, പാലസ് സെപ്പറേറ്റ് ആണ്. ഒരിക്കലും ഇത് രണ്ടും കൂടെ ചേർന്ന് പോകാറില്ല. കാരണം ടാബർനാക്കിൾ എപ്പോഴും ദൈവത്തിന്റെ ആലയവുമായി ബന്ധപ്പെട്ട്, ദൈവത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട്.
കൊട്ടാരം എന്ന് വെച്ചാൽ രാജാവിനുള്ളത്, രാജാവ് ഭരിക്കാനുള്ളതും രാജാവിന് താമസിക്കാനുള്ളതുമായി ബന്ധപ്പെട്ടാണ് കൊട്ടാരം. പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു കമ്പൈൻഡ് ആയിട്ടാണ് ടാബർനാക്കിൾസ് ഓഫ് ഹിസ് പാരന്റ്സ്. അതായത് മതവും രാജ്യത്തിന്റെ ഭരണം കൂടെ ചേർന്ന ഒരു കാര്യത്തെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ വായിച്ചു, ഈ പാപ്പാത്തം ട്രബിൾഡ് ആവുമ്പോൾ, യേശു വരാറാവാന്ന് അറിയുമ്പോഴേക്കും അവരെന്ത് വെച്ചാൽ ഈ റിലീജിയനെയും സ്റ്റേറ്റിനെയും കൂടെ ഒന്നും ചേർക്കും. പണ്ട് തൊട്ടേ പാപ്പാത്ത റിലീജിയസ് സ്റ്റേറ്റിൽ ചേർത്താണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് അവർ അതിന്റെ പേരിൽ ഒരു നിയമ നടപടി കൊണ്ടുവരും. അതാണ് ശരിക്കും പറഞ്ഞാൽ മാർക്ക് ഓഫ് ദി ബീസ്റ്റ്. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെ മേലും മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കും. അത് ഇല്ലാത്തവർക്ക് ആർക്കും വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ല. ഈ മൃഗത്തിന്റെ മുദ്ര ഇല്ലാത്തവരെ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നീട് ഏൽക്കാത്തവരെയൊക്കെ കൊല്ലും എന്നാണ് അവിടെ പറയണത്. അതായത് ഈ മൃഗത്തിന്റെ മുദ്ര ആദ്യം ഒരു ഞായറാഴ്ച വിശ്രമിക്കണം എന്ന് പറയും, പിന്നെ അതിനെ ആരാധനയുടെ ലെവലിലേക്ക് കൊണ്ടുവരും, പിന്നെ അവസാനത്തെ സ്റ്റേജിൽ എന്താണ് മൃഗത്തിന്റെ മുദ്ര? മൃഗത്തിന്റെ മുദ്ര ഏൽക്കാത്തവരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കും. ഇതേ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 3HS മെസ്സേജ് പ്രീച്ച് ചെയ്യുന്നത്. നമ്മള് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ലൗഡ് ക്രൈയിലേക്ക് ആ 3HS മെസ്സേജിനെ കുറെ കൂടെ അതിനെ ശക്തീകരിക്കും, ആ വലിയ ആർപ്പുള്ളിലേക്ക് എത്തും. വെളിപ്പാടിന്റെ 14 പറഞ്ഞ 3 ത്രിവിധ ദൂതുകൾ മാറി ആ വെളിപ്പാട് 18 പറഞ്ഞ ആ ലോകം മുഴുവൻ വെളിച്ചം വീശുന്ന വളരെ ശക്തമായിട്ട് വീണ്ടും ആ മഹദിയ ബാബിലോണിനെ കുറിച്ച് വിളിച്ചു പറയുന്ന വളരെ ശക്തമായി പ്രീച്ച് ചെയ്യുന്ന ആ ലെവലിലേക്ക് ആ ദൂത് വളർന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും ഇത് പാരലി നടക്കണം. അതുകൊണ്ടാണ് ഇത് 1 after അതെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല, പക്ഷെ പാരലി നടക്കും. ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം ഈ മരണത്തിന് വേണ്ടിയിട്ട് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്ന സമയമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദ ടൈം ഓഫ് ട്രബിൾ എന്ന് ബൈബിളിൽ പറഞ്ഞ ആ മഹാകഷ്ടകാലം. അടുത്ത വാക്യത്തിൽ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദാനിയലിന്റെ പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായമാണ്. സോറി, ഇവിടെ എനിക്ക് ചെറിയൊരു നമ്പറിന്റെ കറക്ഷൻ വന്നതേ ഉള്ളൂ. 11-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിൽ മാർക്ക് ഓഫ് ദി ബീസ്റ്റിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ആ മാർക്ക് ഓഫ് ദി ബീസ്റ്റ് ചെന്ന് അവസാനിക്കുന്ന ഒരു മരണത്തിന്റെ എല്ലാവരെയും ഇത് മൃഗത്തിന്റെ മുദ്ര ഏൽക്കാത്തവരെ കൊല്ലണം എന്നുള്ള കൽപ്പനയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ആ കൽപ്പന അവസാനിക്കുന്ന ആ സ്റ്റേജ്, അല്ലെങ്കിൽ ആ കൊല്ലണം എന്ന് പറയുന്ന ആ സ്റ്റേജിനെയാണ് നമ്മൾ ശരിക്കും മഹാകഷ്ടകാലം എന്ന് പറയണത്, അല്ലെങ്കിൽ മഹാ ഉപദ്രവകാലം എന്ന് പറയണത്. ആ മഹാ ഉപദ്രവ കാലത്തെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദാനിയേൽ തൊട്ടടുത്ത വാക്യത്തിലും പറയണം. 12:1-2 ആ കാലത്ത് നിന്റെ സകല ജാതിക്കാർക്കും തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവരും തന്നെ രക്ഷ പ്രാപിക്കും എന്നാണ് എഴുതി. അപ്പൊ ഭയങ്കര ക്ലിയർ കണക്ഷനാണ്. 44-ാമത്തെ വാക്യത്തില് പാപ്പാത്തം ഈ നമ്മുടെ ദൂതൊക്കെ കണ്ട് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ കണ്ട് യേശുവിന്റെ വരവ് അടക്കാറായെന്ന് മനസ്സിലായി. 45-ാമത്തെ വാക്യത്തിൽ അവര് മൃഗത്തിന്റെ മുദ്ര അടിച്ചേൽപ്പിക്കുന്നു. ഈ മൃഗത്തിന്റെ മുദ്രയുടെ ഫൈനൽ സ്റ്റേജ് ആണ് ഇത് ഏൽക്കാത്തവരെയൊക്കെ കൊല്ലണം എന്നുള്ള കൽപ്പന. ആ സമയമാണ് ശരിക്കും പറഞ്ഞാൽ ആ മഹാകഷ്ടകാലം അല്ലെങ്കിൽ മഹാ ഉപദ്രവകാലം. ആ സമയത്താണ് ദൈവത്തിന്റെ 7 കലശങ്ങൾ അല്ലെങ്കിൽ 7 ബാധകൾ വീഴുന്ന സമയം. ആ സമയത്ത് വെച്ച് എന്തു പറ്റും? ഈ 12-1 ശരിക്കും ആ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് ആ കഷ്ടകാലം ഉണ്ടാവുന്ന സമയത്ത്, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാവുന്ന സമയത്ത് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പല ഭാഷ ഇതിനെ പല ടൈപ്പ് റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഈ ആ കണക്ഷൻ മിസ്സായി പോകാതിരിക്കാണ്. ശരിക്കും ഡാനിയലിന്റെ 11 ഒരു വളരെ സീംലെസ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആണ് ശരിക്കും ഡാനിയലിന്റെ 12-1. അത് എൽവിന്റെ ആ ചോദ്യത്തിന്റെ അത് കറക്റ്റ് ആയിട്ടാണ് ആ ചോദ്യം, അത് കറക്റ്റ് ആണ് അസംഷൻ. ടോട്ടലി ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ട്. താങ്ക് യു ജേക്കബ്, അത് ക്ലാരിഫൈ ചെയ്തത് നന്ദി. ജോണത്തൻ, ഞാൻ ആലോചിക്കുമായിരുന്നേ, ജേക്കബ് ഒരു വാക്ക് ഉപയോഗിച്ചു, പാപ്പാത്വം ട്രബിൾഡ് ആയിട്ടിരിക്കുവാണെന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു. ഈ ട്രബിളിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പാപ്പയും എല്ലാരും ചിരിച്ചുകൊണ്ട് ക്ലൈമറ്റ് ആക്ടിവിസവും എല്ലാം കൊണ്ടുവന്ന് ഇതിലേക്കൊക്കെ നയിക്കുന്നതെന്ന് ഓർക്കുമ്പോ അത്ഭുതം തോന്നുന്നു. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ ഇങ്ങനെ ഒരു ട്രബിൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇവര് ഇതെല്ലാം ചെയ്യുന്നതെന്നും നമുക്ക് തോന്നു പോലുമില്ല, അല്ലെ? അപ്പൊ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജോണത്തൻ, നമ്മളിപ്പോ ഇത്രയും 45 വേഴ്സസ് ഡാനിയൽ 11 ഒരു ബോണസ് സ്റ്റഡി ആയിട്ട് പഠിച്ചു. അതില് 40-ാമത്തെ വാക്യം തൊട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് സ്റ്റഡിയിൽ കൂടെ അണ്ടർഗോ ചെയ്തല്ലോ കുറെ പേരെങ്കിലും നമ്മുടെ കൂടെ. അങ്ങനെ ചെയ്തവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത്?
വാട്ട് ഇസ് ദ ബെനിഫിറ്റ്? ഇത്രയും കഷ്ടപ്പെട്ട് ഇത് പഠിച്ച് മനസ്സിലാക്കി ഇതറിയാത്തവർക്കും അറിയുന്നവരും തമ്മിലുള്ള ആ ഒരു എന്തായിരിക്കും, വാട്ട് ഇസ് ദ ബെനിഫിറ്റ്? അതിനെ കുറിച്ച് പറയാം. ക്വസ്റ്റ്യൻ എത്രത്തോളം തിരിച്ചറിഞ്ഞു അതിന്റെ ആഴം എന്ന് എനിക്കറിയില്ല. എന്നാലും ജോണത്തൻ എന്താണ് അതിനെ കുറിച്ച് പറയാം? ദാനിയേലിൻ്റെ 12-ാം അധ്യായം നമ്മളത് ഒരിക്കൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷെ അവിടെ നമ്മൾ പറയുന്നു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നവർ ഇതിനെ തിരിച്ചറിയുമെന്നാണ്. ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്കാണ്. അപ്പോൾ ഈ ദൂത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഒപ്പം പ്രവർത്തിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ഒരു ആഴമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽവിൻ പറഞ്ഞു കഴിഞ്ഞു ട്രബിൾഡ് ആയി എന്നാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, എന്താണ് നെബൂഖദ്നേസറിനെ ട്രബിൾ ചെയ്തത്? ദാനിയേലാണ് അല്ലേ? പിന്നെ അതിനുശേഷം വന്ന രാജാവിനെ ട്രബിൾ ചെയ്തത് എന്താ? രാജാവിനല്ല, കൂടെ ഉള്ള ട്രബിൾ ചെയ്തതാണ് ദാനിയേലിൻ്റെ ജീവിതമാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ ദാനിയേൽ പറഞ്ഞതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അവരെ ട്രബിൾ ചെയ്യണം. നമ്മുടെ വിശ്വാസ ജീവിതം അത്രത്തോളം ശുദ്ധിയുള്ളതാകുമ്പോൾ നമ്മൾ അവരെ ട്രബിൾ ചെയ്യും. നോഹ ആ കാലഘട്ടത്തിൽ എല്ലാവരും ഒരു ഭ്രാന്തന് തന്നെ, ഒരു ഫെനാറ്റിക്ക് തന്നെ. കാരണം നോഹ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ ആ പെട്ടകം പണിതു. ഇവിടെ ഞാൻ പറഞ്ഞത് ദാനിയേൽ 12 വീണ്ടും പ്രാധാന്യം വരുന്നത് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന ഈ പ്രവചനം ഇനി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എലൻ ജി വൈറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇനി ആഴത്തിൽ നമുക്ക് മനസ്സിലായി ഇപ്പം നടക്കുന്ന സംഭവമായിട്ട്. കാരണം ഇനിയും നമുക്ക് ചിലപ്പോൾ ദൈവം നമുക്ക് ഇനിയും കൂടുതൽ വെളിച്ചങ്ങൾ, കാരണം തിരുവചനത്തിലെ സത്യങ്ങൾ എത്രത്തോളം പഠിച്ചാലും അത് തീരത്തില്ല എന്നുള്ളതാണ്. ഇനിയും നമുക്കില്ല വെളിച്ചങ്ങൾ അറിയാൻ സാധിക്കും. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ ലഭിക്കുന്ന ഈ സമയം, ഈ കിട്ടുന്ന അറിവ് നമ്മൾ എന്ത് ചെയ്യണം? വളരണം ക്രിസ്തീയമായിട്ട്. ഈ നമുക്ക് ലഭിക്കുന്ന ഈ സത്യങ്ങൾ നമ്മൾ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മൾ ദാനിയേലിനെ പോലെ ആകുമ്പോൾ, ദാനിയേലിൻ്റെ 3 സുഹൃത്തുക്കളെ പോലെ ആകുമ്പോൾ, അപ്പോൾ യഥാർത്ഥത്തിൽ പാപ്പാത്തൻ ട്രബിൾ ആവും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ഡാനിയൽ ഫ്രണ്ട്സ്, ദാനിയേൽ 12 പറയുന്ന ആ ജനത്തെ പോലെ നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന സത്യം അത് നമ്മൾ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് ഞാൻ ചിന്തിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ജോണത്തൻ പറഞ്ഞത്. ജേക്കബ്, എന്താണ് ഫൈനൽ കമന്റ്സ്? നമ്മൾ ഇതോടുകൂടി ഈ ചാപ്റ്ററിന്റെയും ഈ ഒരു സീരീസും അവസാനിക്കുകയാണ്. എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത് ഇതിനെ പറ്റി? ഓക്കെ, ജോണത്തൻ അതിനെ കവറപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്കഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പുതിയൊരു സീരീസ് ആയിട്ട്, പുതിയൊരു സീസൺ ആയിട്ട് ഞങ്ങൾ വീണ്ടും പാസ്റ്റർ ജോസ് പ്രകാശ് ഉൾപ്പെടുന്ന ആ പാനൽ വീണ്ടും വരുന്നതായിരിക്കും. ആ ഒരു നല്ല സീരീസ് ഞങ്ങൾക്ക് കണ്ടെത്തി അതിന് ഈ ഒരു പ്രോഗ്രാമിനെ തുടരാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന ഓർക്കുക. ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എൻകറേജും ചെയ്യുകയും ഒക്കെ ചെയ്ത് എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. നമുക്ക് ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ബ്രദർ ജേക്കബ് പ്രാർത്ഥിച്ച് നമുക്ക് എൻഡ് ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏതാണ്ട് 27 എപ്പിസോഡുകളായി വെളിപ്പാടിന്റെ പുസ്തകം, ഡാനിയലിന്റെ പുസ്തകത്തിന്റെ ഏതാനും ഭാഗങ്ങളും നമുക്ക് പഠിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുക്കി തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ഇത്രയും നീണ്ട കാലഘട്ടം കൂടെ സഞ്ചരിച്ച ഓരോ വിശ്വാസിയെയും, ഇനിയും ഭാവിയിൽ ഇത് കേൾക്കുവാൻ പോകുന്ന ഓരോ വ്യക്തിയെയും അവിടുന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ അന്ത്യകാലത്ത് നിൽക്കുവാൻ തക്കോണം, കൂടുതൽ ശക്തിപ്പെടുവാനും ഞങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനും തക്കണം അവിടുന്ന് സഹായിക്കണമേ. ഇത് കേട്ടു പോവാതെ വീണ്ടും ഈ വചനങ്ങളെ സ്വന്തമായി പരിശോധിച്ച് നോക്കുവാനും പല പ്രാവശ്യം അതിലൂടെ കടന്നു പോവാനും ആ ദൈവത്തിന്റെ മുദ്രയായ സീൽ ഓഫ് ഗോഡ് അത് ലഭിക്കുവാൻ തക്കവണ്ണം ആ വിശ്വാസത്തിൽ വളരെയധികം ഫൗണ്ടേഷനിൽ സെറ്റിൽഡ് ആവാൻ, ഈ ജ്ഞാനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ആത്മീയമായ ജീവിതത്തിൽ അത് നടപ്പിലാക്കിക്കൊണ്ടും ആ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് സെറ്റിൽഡ് ആവാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ. അതിനായി ഇതൊക്കെ ഉപകാരപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഇനി വരുന്ന ഓരോ സംഭവങ്ങളും ഞങ്ങളുടെ മുമ്പേ വേഗം കടന്നു പോകുമ്പോൾ
പതറാതെ ശക്തമായി നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. തുടർന്നും അങ്ങയുടെ ഹിതമെങ്കിൽ ഈ പഠന പരമ്പര ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തൊക്കെ അവിടുന്ന് സഹായിക്കുകയും എന്ത് വിഷയത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടതെന്നുള്ളതിനെ മനസ്സിലാക്കാൻ തൊക്കെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ യാചിക്കുന്നു നല്ല പിതാവേ. ആമേൻ.